ഓക്കെ, നിങ്ങൾക്ക് സ്ക്രീൻ കാണാമല്ലോ അല്ലേ? ക്ലിയർ അല്ലേ? വോയിസും സ്ക്രീനും ഓക്കെ അല്ലേ? ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമ്മളിന്ന് സയൻസിൻ്റെ 7ാം ക്ലാസ്സിലെ 7ാമത്തെ യൂണിറ്റ് നമ്മൾ നോക്കാൻ പോകുന്നത്. മനുഷ്യ ശരീരം ഒരു വിസ്മയം, അതിൻ്റെ രക്തപര്യനമുണ്ട്, വിസർജനമുണ്ട്, നാഡീയ ഏകോപനമുണ്ട്. നമ്മൾ കഴിഞ്ഞ ദിവസം ദഹനത്തിൻ്റെ ഒക്കെ കാര്യങ്ങളൊക്കെ പഠിച്ച് ഓർക്കുന്നുണ്ടോ എല്ലാവരും? ചോദിക്കട്ടെ, ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ, ഓർക്കുന്നുണ്ടോ ദഹനത്തിൻ്റെ കാര്യങ്ങളൊക്കെ പഠിച്ചത്? പോഷണത്തിൻ്റെ ഘട്ടങ്ങളും എവിടുന്നാണ് തുടങ്ങുന്നത്? ആഹാര സ്വീകരണം അവസാനിക്കുന്ന വിസർജനത്തിലാണ്. പിന്നെ ദഹനം പൂർണ്ണമായിട്ട് നടക്കുന്ന എവിടെയാണെന്നാണ് പറഞ്ഞേ? എവിടെയായിരുന്നു? എല്ലാവരും മറന്നുപോയോ? നോട്ട് മറിക്കാൻ പോയതാണോ? ആണോ? മറന്നുപോയോ എല്ലാവരും? ദഹനം പൂർണ്ണമായിട്ട് നടക്കുന്ന എവിടെയായിരുന്നു? ആമാശയത്തിലായിരുന്നോ ചെറുകുടലിലായിരുന്നോ? ഏതെല്ലാണ്ട് ഓപ്ഷൻ തരുന്നുള്ളൂ. ചെറുകുടലിൽ വെച്ചായിരുന്നു നമ്മുടെ ദഹനം നടക്കുന്നത്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ബാക്കിയുള്ള ശരിയാട്ടോ, നമ്മുടെ ബാക്കിയുള്ള പ്രോസസ്സുകളാണ് ഇനി നമ്മൾ നോക്കാൻ പോകുന്നത്. രക്തപര്യനം, വിസർജനം, നാഡീയ ഏകോപനം. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഒന്നാമത്തെ നമ്മുടെ ആദ്യം ആ കൊച്ചിന് പനിയായിട്ട് കിടക്കുന്ന കേട്ടോ. അപ്പോൾ അതിന് ഗ്ലൂക്കോസൊക്കെ കുത്തിവെക്കുന്ന കാര്യങ്ങളൊക്കെ പറയുന്നത്. രക്തത്തിലേക്ക് നേരിട്ട് കുത്തിവെക്കുന്ന എന്തിനാണ് അങ്ങനെ മരുന്നുകളും ഗ്ലൂക്കോസുകളും. പിന്നെ നമ്മളിവിടെ പറഞ്ഞു ചെറുകുടലിൽ വെച്ച് ആഹാരം പൂർണ്ണമായി ദഹിക്കുമ്പോൾ വേർതിരിയുന്ന പോഷക ഘടകങ്ങളും ശ്വസന ഫലമായി ശ്വാസകോശങ്ങളിൽ എത്തിച്ചേർന്ന ഓക്സിജനും കോശങ്ങളിൽ എത്തിച്ചേരേണ്ടതുണ്ടല്ലോ. ഇവയൊക്കെ എങ്ങനെയാണ് കോശങ്ങളിൽ എത്തുന്നതെന്ന് അതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. നമ്മുടെ സർക്കുലേറ്ററി സിസ്റ്റം ഒന്നാമത്തെ കാര്യമാണ് നമ്മുടെ രക്തപര്യന വ്യവസ്ഥ. നിങ്ങൾക്ക് ഇത് കാണാമല്ലോ അല്ലേ? ഞാൻ കുറച്ചുകൂടെ സൂം ചെയ്യണോ? ക്ലിയർ അല്ലേ? കുഴപ്പമില്ലല്ലോ? ഓക്കെ. അപ്പോൾ ഒന്നാമത്തേതാണ് നമ്മുടെ സർക്കുലേറ്ററി സിസ്റ്റം അല്ലെങ്കിൽ രക്തപര്യന വ്യവസ്ഥ നമ്മൾ നോക്കാൻ പോകുന്നത്. നോക്കിക്കേ, നമ്മൾ കഴിഞ്ഞ ദിവസം ദഹനത്തിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ പറഞ്ഞായിരുന്നു ചെറുകുടലിലാണ് ദഹനം പൂർണ്ണമായിട്ട് നടക്കുന്നത്. അപ്പോൾ ആ ചെറുകുടലിൽ ഇങ്ങനെ വിരലുകൾ പോലെ ഇരിക്കുന്ന സാധനത്തിൻ്റെ പേരൊക്കെ പറഞ്ഞായിരുന്നു. വില്ലസുകൾ വഴിയാണ് നമ്മുടെ പോഷക ഘടകങ്ങളെല്ലാം നമ്മുടെ രക്തത്തിലേക്ക് കിടക്കുന്നത് കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞായിരുന്നു. അപ്പോൾ അതുമായിട്ട് കണക്ട് ചെയ്ത ഒരു ചാപ്റ്ററാണ്, അതുകൊണ്ടാണ് ഇതൊന്ന് എടുത്തത് കേട്ടോ. നോക്കിക്കേ, ചെറുകുടലിലെ വില്ലസുകൾ ആഗിരണം ചെയ്യുന്ന പോഷക ഘടകങ്ങളും ശ്വസന ഫലമായി ലഭിക്കുന്ന ഓക്സിജനും കോശങ്ങളിൽ എത്തുന്നുണ്ട്. ഈ ധർമ്മങ്ങളെല്ലാം നിർവഹിക്കുന്നത് ആരാണ്? നമ്മുടെ ബ്ലഡ് ആണ്. ഓക്കെ, അതായത് ചെറുകുടലിലെ വില്ലസുകൾ ആഗിരണം ചെയ്യുന്ന പോഷക ഘടകങ്ങളും പിന്നെ നമ്മൾ ശ്വസിക്കുന്നത് വഴി നമുക്ക് ലഭിക്കുന്ന ഓക്സിജനും. നമ്മുടെ റെസ്പിറേറ്ററി സിസ്റ്റം ആയത് നമ്മുടെ ശ്വാസകോശത്തിൻ്റെ കാര്യങ്ങളൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ടതാണ്, ദഹനവും ശ്വാസകോശവും എല്ലാം അല്ലേ. അപ്പോൾ ചെറുകുടലിലെ വില്ലസുകൾ ആഗിരണം ചെയ്യുന്ന പോഷക ഘടകങ്ങളും അതുപോലെ തന്നെയായിട്ട് നമ്മൾ ശ്വസിക്കുമ്പോൾ നമുക്ക് ലഭിക്കുന്ന ഓക്സിജനൊക്കെ കോശങ്ങളിൽ എത്തുന്നുണ്ട്. ആ ധർമ്മം നിർവഹിക്കുന്നത് ആരാ? നമ്മുടെ ബ്ലഡാണ്. അപ്പോൾ അത് ഓർത്തിരിക്കുക കേട്ടോ. ഈ പോഷക ഘടകങ്ങളും നമ്മൾ ശ്വസിക്കുന്ന ഓക്സിജനും ഒക്കെ നമ്മുടെ കോശങ്ങളിലേക്ക്, നമ്മുടെ സെൽസിലേക്ക് എത്തുന്ന ആര് വഴിയാണ്? നമ്മുടെ ബ്ലഡാണ് അത് എത്തിക്കുന്നത്. അപ്പം നോക്കിക്കേ, രക്തക്കുഴലുകൾ, ഹൃദയം എന്നിവ ചേർന്ന സംവിധാനമാണ് രക്തപര്യന വ്യവസ്ഥ അല്ലെങ്കിൽ സർക്കുലേറ്ററി സിസ്റ്റം. അപ്പോൾ സർക്കുലേറ്ററി സിസ്റ്റത്തിലുള്ള 3 കാര്യങ്ങളാണ് ആരൊക്കെ? നമ്മുടെ ബ്ലഡ്, പിന്നെ ബ്ലഡ് വെസൽസ്, നമ്മുടെ ഹാർട്ട്, രക്തക്കുഴലുകൾ, ഹൃദയം എന്നിവ ചേർന്നതാണ് ഏത്? നമ്മുടെ രക്തപര്യന വ്യവസ്ഥ അല്ലെങ്കിൽ നമ്മുടെ സർക്കുലേറ്ററി സിസ്റ്റം എന്ന് പറയുന്നത്. നമ്മുടെ ഇവിടെ ബോഡി വെയിൻസ് ഒക്കെ ആയിട്ട് അല്ലെങ്കിൽ ഹാർട്ട് കാര്യങ്ങളൊക്കെ ആയിട്ടൊരു രക്തപര്യന വ്യവസ്ഥയുടെ ഭാഗങ്ങൾ ഏതെല്ലാം എന്നൊരു ചിത്രം തന്നിട്ടുണ്ട്. കണ്ടോ? ഇവിടെ ബ്ലൂ കളറിലുണ്ട്, അതുപോലെ തന്നെ റെഡ് കളറിലുണ്ട്, പിന്നെ നമ്മുടെ ഹാർട്ടുണ്ട്, നമ്മുടെ ഇവിടുത്തെ വാരിയെല്ലും കൂട് അതെല്ലാം കാണിച്ചിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ നോക്കിക്കേ, രക്തപര്യന വ്യവസ്ഥയുടെ ഭാഗങ്ങൾ ഏതെല്ലാമാണ്? ഇവിടെ ഒരു 3 എണ്ണം മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഒരെണ്ണം ബ്ലഡാണ്, പിന്നെയുള്ളത് ഏതാ? ഇപ്പം നമ്മൾ പറഞ്ഞു ഏതാണ്? നമ്മുടെ ബ്ലഡ് വെസൽസ് അല്ലെങ്കിൽ രക്തക്കുഴലുകളാണ് ഒരെണ്ണം വന്നിരിക്കുന്നത്. അതാണ് ഈ കാണിച്ചിരിക്കുന്നത് കേട്ടോ. ഇത് ഹാർട്ടാണേ, സോറി മാറിപ്പോയി, ഇത് ഹാർട്ടാണ്. അടുത്തൊരു ഭാഗമാണ് നമ്മുടെ രക്തക്കുഴലുകൾ എന്ന് പറയുന്നത്. അപ്പോൾ ഈ 3 കാര്യങ്ങൾ ഇവിടെ പറഞ്ഞിരിക്കുന്ന ആ 3 കാര്യങ്ങൾ ഇവിടെ പിക്ചറൈസേഷൻ കാണിച്ചിട്ടുണ്ടെന്നേ ഉള്ളൂ. അപ്പോൾ രക്തക്കുഴലുകൾ, ഹൃദയം എന്നിവ ചേർന്നാണ് ഏത്? നമ്മുടെ സർക്കുലേറ്ററി സിസ്റ്റം അല്ലെങ്കിൽ രക്തപര്യന വ്യവസ്ഥ. അത് ഓർത്തിരിക്കണം കേട്ടോ. രക്തപര്യന വ്യവസ്ഥയിൽ 3 ഭാഗങ്ങളാണ്. ഏതൊക്കെ? രക്തം,
രക്തക്കുഴലുകൾ, ഹൃദയം എന്ന് പറയുന്നത്. ഇനി ഹൃദയത്തിൽ നിന്ന് ഓക്സിജനും പോഷകഘടകങ്ങളും അടങ്ങിയ രക്തം ശരീരത്തിൻ്റെ എല്ലാ ഭാഗത്തും എത്തിക്കുന്നതും ശരീരത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് കാർബൺ ഡൈ ഓക്സൈഡ് കലർന്ന രക്തം ഹൃദയത്തിൽ തിരിച്ചെത്തിക്കുന്നതുമാണ് രക്തപര്യന വ്യവസ്ഥയുടെ ഒരു പ്രധാന ധർമ്മം. മറ്റൊരു ധർമ്മമാണിത്. നമ്മൾ പറഞ്ഞു ബ്ലഡിന്, അതായത് ബ്ലഡാണ് സെൽസിൽ പോഷകഘടകങ്ങളും നമ്മൾ വലിക്കുന്ന ഓക്സിജനും ഒക്കെ എത്തിക്കുന്നത് നമ്മൾ പറഞ്ഞു. അപ്പം അതുപോലെ തന്നെ ഹൃദയത്തിൽ നിന്ന് ഓക്സിജനും പോഷകഘടകങ്ങളും അടങ്ങിയ രക്തം ശരീരത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിൽ എത്തിക്കുന്നതും ശരീരത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് കാർബൺ ഡൈ ഓക്സൈഡ് കലർന്ന രക്തം ഹൃദയത്തിൽ തിരിച്ചെത്തിക്കുന്നതുമാണ് രക്തപര്യന വ്യവസ്ഥയുടെ ഒരു പ്രധാന ധർമ്മം. നമുക്കറിയാം നമ്മുടെ ഹേർട്ടിൻ്റെ കാര്യമൊക്കെ താഴെ വരുമ്പോൾ ഉണ്ട്, ആ സമയത്ത് പറയാം. നമുക്കറിയാം ഹേർട്ടിൻ്റെ വെസൽസിൽ കൂടെ ബ്ലഡ്, പ്യുവർ ബ്ലഡും വരുന്നുണ്ട്, അതുപോലെ തന്നെ ചീത്ത ബ്ലഡ് പോവുകയും ചെയ്യുന്നുണ്ട് അല്ലേ. അങ്ങനെ ഒരു പ്രോസസ്സാണ്, സൈക്ലിക് പ്രോസസ്സ് പോലെ നമ്മുടെ ഹൃദയത്തിൽ നടക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു കാര്യമാണ് പറഞ്ഞിരിക്കുന്നത്. ഹൃദയത്തിൽ നിന്ന് ഓക്സിജനും പോഷകഘടകങ്ങളും അടങ്ങിയ രക്തം ശരീരത്തിൻ്റെ എല്ലാ ഭാഗത്തും എത്തിക്കുന്നതും ഇനി ശരീരത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് കാർബൺ ഡൈ ഓക്സൈഡ് കലർന്ന രക്തം ഹൃദയത്തിൽ തിരിച്ചെത്തിക്കുന്നതുമാണ് നമ്മുടെ സർക്കുലേറ്ററി സിസ്റ്റം അല്ലെങ്കിൽ രക്തപര്യന വ്യവസ്ഥയുടെ ഒരു പ്രധാന ധർമ്മം എന്ന് പറയുന്നത്. ഓക്കെ, നമുക്ക് ബാക്കി നോക്കാം. നമ്മുടെ മനുഷ്യരക്തം, നമ്മുടെ രക്തത്തിൻ്റെ നിറം എന്താണെന്ന് നിങ്ങൾക്കറിയാലോ. നമ്മുടെ രക്തത്തിൻ്റെ നിറം റെഡാണ്. ഓക്കെ, രക്തത്തിൻ്റെ ചുവപ്പ് നിറത്തിന് കാരണം എന്താണ് നമ്മുടെ റെഡ് കളറിന് കാരണം എന്താണ്? ഹീമോഗ്ലോബിൻ എന്ന വർണ്ണവസ്തുവിൻ്റെ സാന്നിധ്യമാണ് രക്തത്തിൻ്റെ ചുവപ്പ് നിറത്തിന് കാരണം. അപ്പോൾ രക്തത്തിൻ്റെ ചുവപ്പ് നിറത്തിന് കാരണം എന്താണ്? ഹീമോഗ്ലോബിൻ എന്ന വർണ്ണവസ്തുവിൻ്റെ സാന്നിധ്യമാണ് രക്തത്തിലെ ചുവപ്പ് നിറത്തിന് കാരണം. നമ്മൾ ഇരകളുടെയൊക്കെ കളേഴ്സ് പഠിച്ചില്ലായിരുന്നോ? പച്ചയാണെങ്കിൽ ക്ലോറോഫില്ലാണ്, പിന്നെ മഞ്ഞയാണെങ്കിൽ സാന്തോഫില്ലാണ്. അങ്ങനെ നമ്മൾ പഠിച്ചില്ലായിരുന്നോ? മസാല ഓക്കെ എന്നൊക്കെ പറഞ്ഞ് കോഡൊക്കെ വെച്ചു. അതുപോലെ തന്നെ പഠിക്കേണ്ടതാണ് നമ്മുടെ ബ്ലഡിന് റെഡ് കളർ വരാനുള്ള കാരണം എന്താ? ഹീമോഗ്ലോബിൻ. അത്ര എഴുതാൻ മതി. ബ്ലഡിന് റെഡ് കളർ അല്ലെങ്കിൽ ചുവപ്പ് നിറം വരുത്തുന്ന ഹീമോഗ്ലോബിൻ എന്ന വർണ്ണവസ്തുവിൻ്റെ സാന്നിധ്യമാണ് രക്തത്തിൻ്റെ ചുവപ്പ് നിറത്തിന് കാരണം. ഹീമോഗ്ലോബിൻ്റെ പ്രധാന ഘടകങ്ങൾ എന്തൊക്കെയാണ്? ഇരുമ്പും പ്രോട്ടീനുമാണ്. അയണും പ്രോട്ടീനുമാണ് നമ്മുടെ ഹീമോഗ്ലോബിൻ്റെ അകത്തുള്ള പ്രധാന ഘടകങ്ങൾ. ഇരുമ്പടങ്ങിയ ആഹാരം കഴിക്കേണ്ടതിൻ്റെ ആവശ്യകത ഇതിൽ നിന്ന് മനസ്സിലായല്ലോ. നമുക്ക് ബ്ലഡ് കൂടുതൽ കിട്ടാനാണ് നമ്മൾ അയൺ കണ്ടന്റുള്ള ഫുഡ് ഐറ്റംസ് അല്ലെങ്കിൽ നമ്മൾ അയൺ ഗുളിക കഴിക്കാമെന്ന് പറയുന്നത്. ഇരുമ്പടങ്ങിയ ചില ഭക്ഷ്യവസ്തുക്കൾ ചിത്രത്തിൽ കൊടുത്തിരിക്കുന്നത് ശ്രദ്ധിക്കൂ. ഇത്തരത്തിലുള്ള മറ്റ് ഭക്ഷ്യവസ്തുക്കൾ കണ്ടെത്തി ശാസ്ത്രത്തിൽ രേഖപ്പെടുത്തും. അത് താഴെയാണ് പറഞ്ഞിരിക്കുന്നത് കേട്ടോ. അപ്പോൾ സർക്കുലേറ്ററി സിസ്റ്റവും പിന്നെ നമ്മുടെ ബ്ലഡിൻ്റെ നിറത്തിന് കാരണം ഏത് വർണ്ണ വസ്തുവാണെന്നുള്ളത് കിട്ടിയോ? സർക്കുലേറ്ററി സിസ്റ്റം എന്താണ് അതിൻ്റെ പ്രധാന ധർമ്മം? അതിലുള്ള 3 കാര്യങ്ങൾ, 3 ഭാഗങ്ങൾ: ബ്ലഡ് വെസൽസ്, അതുപോലെ തന്നെ നമ്മുടെ ഹേർട്ട്. ഓക്കെ, ആ 3 എണ്ണവും കിട്ടിയോ? പിന്നെ നമ്മുടെ ബ്ലഡിന് ചുവപ്പ് നിറം നൽകുന്ന ഹീമോഗ്ലോബിൻ ആണെന്നുള്ളതും. അത്രയും കാര്യങ്ങൾ കിട്ടിയോ? അവിടെ എന്തെങ്കിലും ഡൗട്ട് എന്തെങ്കിലും ഉണ്ടോ സർക്കുലേറ്ററി സിസ്റ്റത്തിലും? ഓക്കെ, സർക്കുലേറ്ററി സിസ്റ്റവും നമ്മുടെ ബ്ലഡിൻ്റെ നിറത്തിന് കാരണം എന്തായിരുന്നു? ഹീമോഗ്ലോബിൻ എന്ന വർണ്ണവസ്തുവാണ്. ഇനി നോക്കിയൊക്കെ ഇപ്പം നമ്മൾ പറഞ്ഞു അയൺ കണ്ടന്റ് അടങ്ങിയ കുറച്ച് അയണും പ്രോട്ടീനും ഒക്കെ അടങ്ങിയ കുറച്ച് കാര്യങ്ങളുണ്ടെന്ന് പറഞ്ഞ് ഈന്തപ്പഴമുണ്ട്, കോഴിമുട്ടയുണ്ട്, മുരിങ്ങയിലയുണ്ട്. ശ്വാസകോശത്തിൽ നിന്ന് കോശങ്ങളിലേക്ക് ഓക്സിജൻ എത്തിക്കുകയും കോശങ്ങളിൽ നിന്ന് കാർബൺ ഡൈ ഓക്സൈഡ് ശ്വാസകോശത്തിലേക്ക് കൊണ്ടുവരികയും ചെയ്യുന്നതിൽ രക്തത്തിലെ ഹീമോഗ്ലോബിൻ പ്രധാന പങ്ക് വഹിക്കുന്നു. നമ്മൾ പറഞ്ഞു ബ്ലഡിന് റെഡ് കളർ കൊടുക്കുന്ന ഒരു വർണ്ണവസ്തുവാണ് ഹീമോഗ്ലോബിൻ. അപ്പോൾ ഈ ഹീമോഗ്ലോബിൻ്റെ പ്രധാന ധർമ്മം അല്ലെങ്കിൽ ഹീമോഗ്ലോബിൻ എന്താ ചെയ്യുന്നത് നോക്കിയേ? ശ്വാസകോശത്തിൽ നിന്ന് കോശങ്ങളിലേക്ക് ഓക്സിജൻ എത്തിക്കുകയും കോശങ്ങളിൽ നിന്ന് കാർബൺ ഡൈ ഓക്സൈഡ് ശ്വാസകോശത്തിലേക്ക് കൊണ്ടുവരികയും ചെയ്യുന്നതിൽ രക്തത്തിലെ ഹീമോഗ്ലോബിൻ പ്രധാന പങ്ക് വഹിക്കുന്നുണ്ട്. അവനും ഒരു വാഹകൻ എന്ന രീതിയിലായിരിക്കുന്നത്. ഏത് ഓക്സിജനെ കൊടുക്കുന്നുണ്ട്, അതുപോലെ തന്നെ തിരിച്ച് കാർബൺ ഡൈ ഓക്സൈഡിനെ തിരിച്ച് അങ്ങോട്ട് എത്തിക്കുകയും ചെയ്യുന്നുണ്ട്. ആര്? നമ്മുടെ ഹീമോഗ്ലോബിൻ. നമ്മൾ സർക്കുലേറ്ററി സിസ്റ്റത്തിൻ്റെ പ്രധാന ധർമ്മം പറഞ്ഞ പോലെ തന്നെയാണ് ഹീമോഗ്ലോബിനും ഇവിടെ ശ്വാസകോശത്തിൽ ഇത് ഓക്സിജനെ എല്ലാ സെൽസിലും എത്തിക്കുന്നുണ്ട്, അതുപോലെ തന്നെ തിരിച്ച് കാർബൺ ഡൈ ഓക്സൈഡിനെ തിരിച്ച് ശ്വാസകോശത്തിൽ എത്തിക്കുന്നുണ്ട്. അതാണ് നമ്മുടെ ഹീമോഗ്ലോബിൻ്റെ പ്രധാന പങ്കെന്ന് പറയുന്നത്. ഇനി നോക്കിക്കേ, ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ 4 ഘടകങ്ങൾ രക്തത്തിലെ പ്രധാന ഘടകങ്ങൾ 4 എണ്ണം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നോക്കിക്കേ, ഇതിങ്ങനെ തന്നെ ഒന്നെങ്കിൽ നിങ്ങളിത് സ്ക്രീൻഷോട്ട് എടുക്കുക, അല്ലെങ്കിൽ ഇപ്പം തന്നെ അത് എഴുതി പൊക്കോളൂ കേട്ടോ.
ഒന്നാമത്തേതാണ് നമ്മുടെ പ്ലാസ്മ. ഇത് കഴിയുമ്പോൾ അതിൻ്റെ ക്വസ്റ്റ്യൻസ് വരുന്നത് നമുക്ക് നോക്കാം. രക്തത്തിൻ്റെ ദ്രാവക ഭാഗം എന്നറിയപ്പെടുന്ന ഏതാണ്? പ്ലാസ്മ. ഓക്കെ, നിങ്ങൾ ആ ഓരോ ഹെഡിങ് വെച്ച് എഴുതിയാൽ മതി. പ്ലാസ്മ എന്ന് എഴുതുക. എന്താണിത്? രക്തത്തിലെ പ്രധാന ഘടകങ്ങളാണ്. ഓക്കെ, നമ്മുടെ ബ്ലഡിലെ പ്രധാന ഘടകങ്ങളാണ്. ഒന്നാമത്തേതാണ് പ്ലാസ്മ. പ്ലാസ്മ എന്ന് പറയുന്നത് എന്താണ്? രക്തത്തിൻ്റെ ദ്രാവക ഭാഗത്തിന് പറയുന്ന പേരാണ് എന്ത്? പ്ലാസ്മ. ഓക്കെ, പ്ലാസ്മയുടെ നിറം ഇളം മഞ്ഞ നിറമാണ് പ്ലാസ്മയ്ക്ക്. ഗ്ലൂക്കോസിനെ കോശങ്ങളിൽ എത്തിക്കുന്നു. അപ്പോൾ ഗ്ലൂക്കോസിനെ കോശങ്ങളിൽ എത്തിക്കുന്നതും രക്തത്തിൻ്റെ ദ്രാവക ഭാഗവും ഇളം മഞ്ഞ നിറത്തിലും കാണപ്പെടുന്ന എന്താണ്? നമ്മുടെ പ്ലാസ്മയാണ്. അപ്പോൾ ഈ 3 കാര്യങ്ങൾ ഈ തന്നിരിക്കുന്ന ഈ 4 ബോക്സും പഠിക്കണം, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, അപ്പോൾ പ്ലാസ്മ എന്ന് പറയുന്നത് എന്താണ്? രക്തത്തിൻ്റെ ദ്രാവക ഭാഗമാണ്, ഇളം മഞ്ഞ നിറമാണ് അതിനുള്ളത്. അതുപോലെ തന്നെ ഗ്ലൂക്കോസിനെ കോശങ്ങളിൽ എത്തിക്കുന്നതും ഏതാണ്? നമ്മുടെ പ്ലാസ്മയാണ്. ഇനി രണ്ടാമത്തെ സാധനമാണ് നമ്മുടെ പ്ലേറ്റ്ലെറ്റ്സ്. പ്ലേറ്റ്ലെറ്റ്സിന് ഒറ്റ കാര്യമുള്ളൂ. അതിൻ്റെ പ്രധാന ധർമ്മം എന്ന് പറയുന്നത് എന്താണ്? രക്തം കട്ട പിടിക്കുന്നതിന് സഹായിക്കുന്നതാണ് എന്ത്? നമ്മുടെ പ്ലേറ്റ്ലെറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, രണ്ടാമത്തെ നമ്മുടെ രക്തത്തിലുള്ള ഘടകമാണ് ഏത്? പ്ലേറ്റ്ലെറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ പ്ലേറ്റ്ലെറ്റ് എന്തിനു സഹായിക്കുന്നു? രക്തം കട്ട പിടിക്കുന്നതിന് സഹായിക്കുന്നതാണ് ഏത്? നമ്മുടെ പ്ലേറ്റ്ലെറ്റ് എന്ന് പറയുന്നത്. ഇനി മൂന്നാമത്തേതാണ് നമ്മുടെ വെളുത്ത കോശം അല്ലെങ്കിൽ വൈറ്റ് ബ്ലഡ് സെൽ, WBC എന്ന് പറയുന്ന വൈറ്റ് ബ്ലഡ് സെൽസ്. അതിനെന്താ? നിശ്ചിത ആകൃതിയില്ല, മർമ്മമുണ്ട്, അതായത് ന്യൂക്ലിയസ് ഉണ്ട്, രോഗാണുക്കളെ നശിപ്പിക്കുന്നു. അപ്പോൾ വെളുത്ത രക്തകോശം അതിൻ്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ്? അതിനൊരു പ്രത്യേക ഷേപ്പോ അങ്ങനെ ഒരു ആകൃതിയില്ല, പിന്നെ മർമ്മമുണ്ട്, അതായത് ന്യൂക്ലിയസ് ഉണ്ട്, അതുപോലെ തന്നെ അതിൻ്റെ പ്രത്യേകത എന്താ? രോഗാണുക്കളെ നശിപ്പിക്കുന്നു. ഇതാണ് നമ്മുടെ WBC, അതായത് വൈറ്റ് ബ്ലഡ് സെൽ. അതിൻ്റെ ധർമ്മങ്ങളാണ് നിശ്ചിത ആകൃതിയില്ല, മർമ്മമുണ്ട്, രോഗാണുക്കളെ നശിപ്പിക്കുന്നു. ഇതൊക്കെയാണ് നമ്മുടെ WBCയുടെ പ്രത്യേകതകൾ. ഇനി RBC, നമ്മുടെ ചുവന്ന രക്തകോശം, അതാണ് നമ്മുടെ നാലാമത്തെ ഘടകം. റെഡ് ബ്ലഡ് സെല്ല്, അതിനെന്താ ആകൃതി? ഡിസ്കിൻ്റെ ആകൃതി. പക്ഷെ നമ്മുടെ WBCക്ക് എന്തെങ്കിലും ആകൃതി ഉണ്ടോ? ഇല്ല. ഇവിടെ റെഡ് ബ്ലഡ് സെല്ലിനാണെങ്കിൽ ഡിസ്കിൻ്റെ ആകൃതിയുണ്ട്. പിന്നെ ഇതിനാണെങ്കിലോ മർമ്മമില്ല. പക്ഷേ ഈ വെളുത്ത ഇതിനോ വൈറ്റ് ബ്ലഡ് സെല്ലിനോ മർമ്മം ഉണ്ട്. ഇനി അടുത്ത നോക്കിക്കേ, ഇവിടെ എന്താ? റെഡ് ബ്ലഡ് സെല്ലിൽ ഹീമോഗ്ലോബിൻ അടങ്ങിയിരിക്കുന്നു. നമ്മൾ പറഞ്ഞായിരുന്നു ബ്ലഡിന് റെഡ് കളർ കൊടുക്കുന്ന ആരാണ്? ഹീമോഗ്ലോബിനാന്ന് പറഞ്ഞു. അപ്പോൾ റെഡ് ബ്ലഡ് സെല്ലിൽ ആരുണ്ട്? നമ്മുടെ ഹീമോഗ്ലോബിൻ ഉണ്ട്. പിന്നെ ഓക്സിജൻ, കാർബൺ ഡൈ ഓക്സൈഡ് എന്നിവയുടെ വിനിമയവും എവിടെയുണ്ട്? നമ്മുടെ RBCയിലുണ്ട്. അപ്പോൾ ഇത്രയാണ് RBCയുടെ പ്രത്യേകതകൾ. RBCക്ക് ഒരു 4 പ്രത്യേകതകളും WBCക്ക് 3 പ്രത്യേകതകളേ ഉള്ളൂ. അപ്പോൾ ഈ ബോക്സ് അതേപടി പഠിക്കണം, അതും മാറിപ്പോവാതെ തന്നെ പഠിക്കണം. എന്താണ് പ്ലാസ്മയുടെ മെയിൻ ഇമ്പോർട്ടൻ്റ് ആയിട്ട് താഴെ വരുന്ന ക്വസ്റ്റ്യൻസ് ആണ്. നമുക്ക് ക്വസ്റ്റ്യൻ വരുമ്പോൾ നോക്കാം. പ്ലാസ്മയുടെ പ്രത്യേകതകൾ എന്താ? രക്തത്തിൻ്റെ ദ്രാവക ഭാഗം, ഇളം മഞ്ഞ നിറം, ഗ്ലൂക്കോസിനെ കോശങ്ങളിൽ എത്തിക്കുന്നു. അതാണ് നമ്മുടെ പ്ലാസ്മയുടെ ധർമ്മങ്ങൾ. പ്ലേറ്റ്ലെറ്റിലാണെങ്കിലും ഒറ്റ ഒരെണ്ണേ ഉള്ളൂ. എന്താണ്? രക്തം കട്ട പിടിക്കുന്നതിന് സഹായിക്കുന്നതാണ് എന്ത്? പ്ലേറ്റ്ലെറ്റ്. ഇനി മൂന്നാമത്തെ ആണെങ്കിൽ WBC, നമ്മുടെ വൈറ്റ് ബ്ലഡ് സെല്ല്. അതിന് നിശ്ചിത ആകൃതിയില്ല, അതിന് ന്യൂക്ലിയസ് ഉണ്ട്, പിന്നെന്താ? രോഗാണുക്കളെ നശിപ്പിക്കുന്നു. അതാണ് WBC. ഇനി RBCയുടെ ആണെങ്കിലോ ഡിസ്കിൻ്റെ ആകൃതിയാണ്, മർമ്മമില്ല, ഹീമോഗ്ലോബിൻ ഉണ്ട്, പിന്നെ ഓക്സിജനെയും കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ വിനിമയം നടക്കുന്നുണ്ട് നമ്മുടെ RBCയിൽ. ഇതാണ് നമ്മുടെ പ്രധാനപ്പെട്ട രക്തത്തിലെ ഘടകങ്ങൾ. നമ്മുടെ ബ്ലഡിലുള്ള മെയിൻ ആയിട്ടുള്ള 4 ഫാക്ടേഴ്സാണ്, അല്ലെങ്കിൽ 4 പ്രധാനപ്പെട്ട കൂട്ടുകാരാണെങ്കിൽ ആരൊക്കെ? പ്ലാസ്മ, പ്ലേറ്റ്ലെറ്റ്സ്, WBC, RBC. 4 കിട്ടിയോ? കുഞ്ഞു കുഞ്ഞു പോയിന്റുകളാണ്, നമുക്ക് പഠിക്കാൻ വളരെ എളുപ്പമാണ് ഈ 4. പ്ലാസ്മ, പ്ലേറ്റ്ലെറ്റ്സ്, WBC, RBC. 4 കാര്യങ്ങൾ കിട്ടിയോ? ഇല്ലെങ്കിൽ നിങ്ങൾ പെട്ടെന്ന് അതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്താൽ മതി, നോട്ട് എഴുതാൻ പറ്റിയില്ലെങ്കിൽ. കിട്ടിയോ 4? പ്ലാസ്മ എന്താണ്, പ്ലേറ്റ്ലെറ്റ് എന്താണ്, WBC എന്താണ്, RBC എന്താണെന്നുള്ളത് ഓക്കെ ആണോ? അത് ഹലോ, ഓക്കെ. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇപ്പം പറഞ്ഞ കാര്യങ്ങളത്. രക്തത്തിൻ്റെ ദ്രാവക ഭാഗം ഏതായിരുന്നു? രക്തത്തിൻ്റെ ദ്രാവക ഭാഗം ഇതാ ഞാൻ പറഞ്ഞ ക്വസ്റ്റ്യൻസ് ഉണ്ടെന്ന് പറഞ്ഞത്. രക്തത്തിൻ്റെ ദ്രാവക ഭാഗം ഏതാ? ഇപ്പം പറഞ്ഞോളൂ. രക്തത്തിൻ്റെ ദ്രാവക ഭാഗം ഏതായിരുന്നു? നമ്മുടെ ഒന്നാമത്തെ ആള് ആരായിരുന്നു? പ്ലാസ്മയായിരുന്നു നമ്മുടെ
രക്തത്തിൻ്റെ ദ്രാവക ഭാഗം എന്ന് പറയുന്നത്. ഈ രക്തകോശങ്ങൾ ഏതെല്ലാം വരുന്നു? രണ്ടെണ്ണേ ഉള്ളൂ, രണ്ടും കളറായിട്ട്. എന്നായിരുന്നു? WBCയും പിന്നെ റെഡ് ബ്ലഡ് സെല്ലും, നമ്മുടെ RBCയും. ഓക്കെ. ഇനി പ്ലേറ്റ്ലെറ്റുകളുടെ ധർമ്മം എന്തായിരുന്നു? പ്ലേറ്റ്ലെറ്റിന് ആകെ ഒരൊറ്റ ധർമ്മം ഉണ്ടായിരുന്നുള്ളൂ. എന്നായിരുന്നു? അവൻ എന്നത്തിന് സഹായിക്കുന്ന പറഞ്ഞേ? രക്തം. അത് തന്നെ. ഓക്കെ. രക്തം കട്ട പിടിക്കാനാണ് നമ്മുടെ പ്ലേറ്റ്ലെറ്റുകൾ സഹായിക്കുന്നത്. ഞാൻ ഇത്ര എഴുതുന്നുള്ളൂ കേട്ടോ, രക്തം കട്ട പിടിക്കാൻ. ഇനി ഹീമോഗ്ലോബിൻ കാണപ്പെടുന്ന എവിടെ എന്താ പറഞ്ഞേ? ഏതിലാ? വൈറ്റിലായിരുന്നോ റെഡിലായിരുന്നോ? RBC. ഓക്കെ. മിടുക്കരാട്ടോ, എല്ലാവരും നല്ല ശ്രദ്ധിക്കുന്നുണ്ട്. ഓക്കെ. RBCയിലാണ് നമ്മുടെ ഹീമോഗ്ലോബിൻ കാണപ്പെടുന്നത്. പിന്നെ പറഞ്ഞു വെളുത്ത രക്തകോശങ്ങളും ചുവന്ന രക്തകോശങ്ങളും തമ്മിലുള്ള വ്യത്യാസങ്ങൾ എന്തെല്ലാം. ഒരു വലിയ ക്വസ്റ്റ്യൻ നമുക്ക് കേട്ടിട്ട് ചോദിക്കില്ല. ഈ 4 വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ഈ 4. കാരണം അത് 1 വേർഡ് ടൈപ്പ് വരുന്നതാണ്. മറ്റേത് സവിശേഷതകൾ തമ്മിലുള്ള വ്യത്യാസങ്ങൾ നോക്കിയാൽ വെളുത്ത രക്തകോശമാണെങ്കിൽ എന്താ? അതിന് ന്യൂക്ലിയസ് ഉണ്ട്, പക്ഷെ കൃത്യമായിട്ട് ഒരു ആകൃതിയില്ല. പിന്നെ എന്തായിരുന്നു പറഞ്ഞത്? നമുക്ക് രോഗാണുക്കളെ നശിപ്പിക്കുന്നുണ്ട്. RBC ആണെങ്കിൽ അതിൽ ഹീമോഗ്ലോബിൻ ഉണ്ട്, ഡിസ്കിൻ്റെ ആകൃതിയാണ്, മർമ്മമില്ല, പിന്നെ ഓക്സിജനും കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ വിനിമയം നടക്കുന്നുണ്ട്. അപ്പം അങ്ങനെ വ്യത്യാസങ്ങൾ ചോദിക്കത്തില്ല, പക്ഷേ പഠിക്കണം. 4 പഠിക്കണം, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് നമ്മുടെ രക്തപര്യനം. നോക്കിക്കേ, രക്തക്കുഴലുകളിലൂടെ രക്തം ശരീരത്തിൻ്റെ എല്ലാ ഭാഗത്തും സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നു. നമ്മൾ പറഞ്ഞ രക്തപര്യന വ്യവസ്ഥ അല്ലെങ്കിൽ സർക്കുലേറ്ററി സിസ്റ്റത്തിൽ ബ്ലഡ് ഉണ്ട്, ബ്ലഡ് വെസൽസ് ഉണ്ട്, ഹാർട്ട് ഉണ്ട്. അതിൽ നമ്മളിപ്പോൾ ബ്ലഡിൻ്റെ കാര്യം പറഞ്ഞു, നമ്മൾ ബ്ലഡ് വെസൽസ് ആണ് നോക്കാൻ പോകുന്നത്. അപ്പോൾ എത്ര തരം രക്തക്കുഴൽ ഇതുണ്ട്? ഇതെല്ലാം രക്തക്കുഴലുകളാണ് കേട്ടോ. ഇത് നോക്കിയാൽ ഹൃദയത്തിൽ നിന്ന് ആരംഭിക്കുന്ന ഒരെണ്ണമുണ്ട്, അതുപോലെ ഹൃദയത്തിലേക്ക് എത്തിച്ചേരുന്ന വഴിയുണ്ട്. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് ലോമികളുണ്ട്, സിരയുണ്ട്, ധമനിയുണ്ട്. അതാണ് നമ്മളിനി നോക്കാൻ പോകുന്നത്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ഓരോന്നിൻ്റെയും കാര്യങ്ങൾ. ഓക്കെ. ഒന്നാമത്തെ നോക്കിക്കേ, ഹൃദയത്തിൽ നിന്ന് ഓക്സിജൻ കൂടുതൽ അടങ്ങിയ രക്തം ശരീരത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്ക് കൊണ്ടുപോകുന്ന കുഴലുകളാണ് എന്ത്? ധമനികൾ. ആർട്ടറീസ് എന്ന് പറയുന്നത് ധമനികൾ എന്നാ ചെയ്യുന്നേ? അവനാണെങ്കിൽ ഹൃദയത്തിൽ നിന്ന് ഓക്സിജൻ കൂടുതൽ അടങ്ങിയ രക്തം നമ്മുടെ ബോഡി പാർട്സിലേക്ക് എല്ലാം കൊണ്ടുപോകുന്നതാണ്. ആ കുഴലാണ് എന്ത്? ധമനികൾ എന്ന് പറയുന്നത്. അപ്പം അങ്ങനെ ഓർത്തിരിക്കുക, ഓക്സിജൻ അടങ്ങിയ ബ്ലഡ് എവിടെ നിന്നാണ്? ഹൃദയത്തിൽ. നമുക്കറിയാം ഹൃദയമാണ് പമ്പ് ചെയ്യുന്നത് അല്ലേ? ഹൃദയത്തിൽ നിന്ന് ഓക്സിജൻ അടങ്ങിയിട്ടുള്ള ബ്ലഡ് നമ്മുടെ ബോഡി പാർട്സിലേക്ക് എല്ലാം കൊണ്ടുവന്ന ആരാണ്? അതാണ് നമ്മുടെ ധമനികൾ എന്ന് പറയുന്നത്. ഇനി അടുത്ത ആളാണ്, ശരീരത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് കാർബൺ ഡൈ ഓക്സൈഡ് കൂടുതൽ കലർന്ന രക്തം ഹൃദയത്തിലേക്ക് കൊണ്ടുവരുന്ന കുഴലുകളാണ് സിരകൾ, നമ്മുടെ വെയിൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഒന്നാമത്തെ നമ്മുടെ ധമനികളാണെങ്കിൽ എന്ത് ചെയ്യുന്നു? ഹൃദയത്തിൽ നിന്ന് ഓക്സിജനെ നമ്മുടെ എല്ലാ ബോഡി പാർട്സിലേക്കും, ഓക്സിജൻ അടങ്ങിയ ബ്ലഡ് എല്ലാ ബോഡി പാർട്സിലേക്കും കൊണ്ടുപോകുന്നു. ഇനി സിരകളാണെങ്കിലോ ഹൃദയത്തിൽ നിന്നല്ല, ബോഡി പാർട്ടുകളിൽ നിന്ന്, അതായത് ശരീരത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് കാർബൺ ഡൈ ഓക്സൈഡ് അടങ്ങിയിട്ടുള്ള ബ്ലഡ് എവിടെ കൊണ്ടു കൊടുക്കുന്നു? നമ്മുടെ ഹൃദയത്തിലേക്ക് കൊണ്ടു കൊടുക്കുന്നു. അതാണ് നമ്മുടെ സിരകളെന്ന് പറയുന്നത്. ഇനി മൂന്നാമത്തെ ആളാണ്, സിരകളെയും ധമനികളെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന നേർത്ത രക്തക്കുഴലുകളാണ് നമ്മുടെ ലോമികൾ അല്ലെങ്കിൽ ക്യാപ്പിലറീസ് എന്ന് പറയുന്നത്. അതാണ് നമ്മുടെ മൂന്നാമത്തെ ആള്. അതായത് മൂന്നാമത്തെ ആളുടെ പ്രത്യേകത എന്നാ? ഈ ഓക്സിജൻ കൊണ്ടുപോകുന്നതിനെയും കാർബൺ ഡൈ ഓക്സൈഡ് തിരിച്ചു കൊണ്ടുവരുന്നതിനെയും തമ്മിൽ കണക്ട് ചെയ്യണം. അവനാണ് നമ്മുടെ ലോമികൾ അല്ലെങ്കിൽ ക്യാപ്പിലറീസ് എന്ന് പറയുന്ന ആള്. 3 പേരെയും കിട്ടിയോ? നമ്മുടെ ധമനിയാണെങ്കിൽ എന്താ ചെയ്യുന്നത്? ഹാർട്ടിൽ നിന്ന് ഓക്സിജൻ അടങ്ങിയിട്ടുള്ള രക്തം എല്ലാ ശരീരത്തിൻ്റെ ഭാഗങ്ങളിലേക്കും കൊണ്ടുപോകുന്നു. അവനാണ് നമ്മുടെ ധമനികൾ. ഇനി സിരകളാണെങ്കിൽ തിരിച്ച് നമ്മുടെ ബോഡി പാർട്സിൽ നിന്ന് കാർബൺ ഡൈ ഓക്സൈഡ് അടങ്ങിയിട്ടുള്ള രക്തം എവിടെ കൊണ്ടു കൊടുക്കുന്നു? ഹൃദയത്തിലേക്ക് കൊണ്ടു കൊടുക്കുന്നു. ഇനി മൂന്നാമത്തെ ആൾ നമ്മുടെ ക്യാപ്പിലറീസ് അല്ലെങ്കിൽ ലോമികൾ എന്ന് പറയുന്ന ആരാ? ഇവരെ രണ്ടുപേരെയും, ഈ ധമനികളെയും സിരകളെയും തമ്മിൽ കണക്ട് ചെയ്തിരിക്കുന്നതാണ് ആര്? നമ്മുടെ ലോമികൾ എന്ന് പറയുന്നത്. അപ്പോൾ ഈ 3 പേര് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, പഠിക്കണം. അതായത് പ്രധാനപ്പെട്ട രക്തക്കുഴലുകളാണ് നമ്മുടെ ധമനികളും സിരകളും ലോമികളും. അപ്പോൾ ഇതിനെപ്പറ്റിയുള്ള ഈ ഡെഫിനേഷൻ ഇങ്ങനെ തന്നെ പഠിക്കണം. അത് ഹൃദയത്തിൽ നിന്ന് ഓക്സിജൻ കൂടുതൽ അടങ്ങിയ രക്തം ശരീരത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്ക് കൊണ്ടുപോകുന്ന കുഴലുകളാണ് ധമനികളെന്ന് പറയുന്നത്. ശരീരത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് കാർബൺ ഡൈ ഓക്സൈഡ് കൂടുതൽ കലർന്ന രക്തം ഹൃദയത്തിലേക്ക് കൊണ്ടുവരുന്ന കുഴലുകളാണ് ഏത്? സിരകളെന്ന് പറയുന്നത്. ഈ സിരകളെയും ധമനികളെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന നേർത്ത രക്തക്കുഴലുകളാണ് ഏത്? നമ്മുടെ ലോമികൾ അല്ലെങ്കിൽ ക്യാപ്പിലറീസ് എന്ന് പറയുന്നത്. ഇതാണ് നമ്മുടെ 3 പ്രധാനപ്പെട്ട രക്തക്കുഴലുകൾ എന്ന് പറയുന്നത്, ബ്ലഡ് വെസൽസ് എന്ന് പറയുന്നത്. ഏതൊക്കെ? വെയിൻസ് ഉണ്ട്, ആർട്ടറീസ് ഉണ്ട്,
കാപ്പിലറീസ് ഉണ്ട്. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ഇതിനെപ്പറ്റി ഈ ഒരൊറ്റ ഡെഫിനിഷനേ ഉള്ളൂ എല്ലാത്തിനെയും പറ്റിയും. അപ്പോൾ അത് മാറിപ്പോകാതെ തന്നെ ഓർത്തിരിക്കുക. കിട്ടിയോ? ധമനികൾ, സിരകൾ, ലോമികൾ, മൂന്നെണ്ണത്തിനെ പറ്റിയുള്ള കാര്യങ്ങൾ കിട്ടിയോ? വളരെ എളുപ്പമാണ്. ഒരെണ്ണം ഹാർട്ടിൽ നിന്ന് ഓക്സിജനെ നമ്മുടെ ബോഡി പാർട്സിലേക്ക് കൊടുക്കുന്നു, മറ്റേതാണെങ്കിൽ ബോഡി പാർട്സിൽ നിന്ന് കാർബൺ ഡൈ ഓക്സൈഡിനെ എടുത്ത് ഹാർട്ടിൽ കൊടുക്കുന്നു, മൂന്നാമത്തെ ആണെങ്കിൽ രണ്ടിനെയും കൂടെ കണക്ട് ചെയ്യുന്നു. ഇത്രേ ഉള്ളൂ. പക്ഷെ പേര് മാറിപ്പോകാതെ പഠിക്കണം. ധമനി, സിര, ലോമികൾ, ഇതാണ് 3 പ്രധാനപ്പെട്ട രക്തക്കുഴലുകൾ. കിട്ടിയോ? 3 ബ്ലഡ് വെസൽസിൻ്റെ കാര്യങ്ങൾ ഓക്കെ ആണോ? ഓക്കെ. നിങ്ങൾക്ക് കിട്ടിയില്ലേ പറയണം കേട്ടോ. അത് നോട്ട് കിട്ടിയില്ലെങ്കിൽ അല്ലെങ്കിൽ പറഞ്ഞാൽ മനസ്സിലായില്ലെങ്കിൽ നിങ്ങൾ അപ്പോൾ തന്നെ പറയണേ. അപ്പോൾ നമ്മൾ നമ്മുടെ സർക്കുലേറ്ററി സിസ്റ്റം, അതായത് എന്തൊക്കെയായിരുന്നു? ബ്ലഡ് ഉണ്ടായിരുന്നു, ബ്ലഡ് വെസൽസ് ഉണ്ടായിരുന്നു, പിന്നെ ഒരാളും കൂടെയുണ്ട്, നമ്മുടെ ഹാർട്ട്. ഇനി നമുക്ക് അതിനെപ്പറ്റി നോക്കാം. നമ്മുടെ ഹാർട്ട് കണ്ടോ, നല്ല റെഡ് കളറിൽ നമുക്ക് എല്ലാവരുടെയും നമ്മുടെ ഹാർട്ടിൻ്റെ പ്രത്യേകത ഇനി നമ്മൾ നോക്കണം. രക്തപര്യന വ്യവസ്ഥയുടെ കേന്ദ്രമാണ് ഇത് നമ്മുടെ ഹൃദയം അല്ലെങ്കിൽ നമ്മുടെ ഹാർട്ട് അല്ലേ. രക്തപര്യന വ്യവസ്ഥയുടെ കേന്ദ്രമാണ് ഹൃദയം. ശരീരത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലേക്കും രക്തം പമ്പ് ചെയ്യുന്നത് ഹൃദയമാണ്. ഇനി ഹൃദയസ്പന്ദനമൊക്കെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടുണ്ട് നമ്മുടെ തന്നെ ഹാർട്ട് ബീറ്റ് നമ്മൾ ഇടയ്ക്ക് നോക്കുന്നതാണല്ലോ. ഓക്കെ, അപ്പോൾ ശരീരത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലേക്കും രക്തം പമ്പ് ചെയ്യുന്ന എവിടെ നിന്നാണ്? നമ്മുടെ ഹാർട്ടിൽ നിന്നാണ്. ഹൃദയം ഔരസാശയത്തിൽ ശ്വാസകോശങ്ങൾക്കിടയിൽ സ്ഥിതി ചെയ്യുന്നു. അപ്പോൾ ഹൃദയം എവിടെയാണ് ഇരിക്കുന്നത്? ഔരസാശയത്തിൽ ശ്വാസകോശങ്ങൾക്കിടയിലാണ് നമ്മൾ സ്ഥിതി ചെയ്യുന്നത്. ഇത് വാരിയെല്ലുകളാൽ സംരക്ഷിക്കപ്പെട്ടിരിക്കുന്നു. നമ്മൾ കഴിഞ്ഞ ദിവസം റെസ്പിറേറ്ററി സിസ്റ്റത്തിൻ്റെ കാര്യം, ശ്വാസകോശത്തിൻ്റെ കാര്യമൊക്കെ പറഞ്ഞപ്പോൾ നമ്മൾ പറഞ്ഞായിരുന്നു അല്ലേ, വാരിയെല്ലുകൾക്കിടയിലാണ് ഇത് ഹാർട്ടും ഇരിക്കുന്നത്. ഹൃദയം ഔരസാശയത്തിൽ ശ്വാസകോശങ്ങൾക്കിടയിൽ സ്ഥിതി ചെയ്യുന്നു. ഇത് വാരിയെല്ലുകളാൽ സംരക്ഷിക്കപ്പെട്ടിരിക്കുന്നു. ഇനി നമ്മുടെ മനുഷ്യ ഹൃദയത്തിൻ്റെ സവിശേഷതകളാണ് നോക്കാൻ പോകുന്നത്. ഹൃദയത്തിന് മുഷ്ടിയോളം വലുപ്പമുണ്ട് അല്ലേ. നമ്മുടെ കൈ ചുരുട്ടി പിടിച്ചാൽ ആ മുഷ്ടിയോളം വലുപ്പമാണ് നമ്മുടെ ഹൃദയത്തിന്. ഹൃദയത്തെ ആവരണം ചെയ്ത് ഇരട്ട സ്ഥലമുണ്ട്. ഇതാണ് പെരികാർഡിയം. അത് പഠിക്കണം. ഹൃദയത്തെ ആവരണം ചെയ്തിരിക്കുന്ന ഇരട്ട സ്ഥലം അല്ലെങ്കിൽ ഹൃദയത്തെ ആവരണം ചെയ്തിരിക്കുന്നത് എന്താണെന്ന് ചോദിച്ചാൽ ഉത്തരം എന്താണ്? പെരികാർഡിയം ആണ് കേട്ടോ. ഇനി മനുഷ്യ ഹൃദയത്തിന് എത്ര അറകളുണ്ട്? 4 അറകളുണ്ട്. ഈ 3 കാര്യങ്ങളും പഠിക്കണം. ഹൃദയത്തിന് മുഷ്ടിയോളം വലുപ്പമുണ്ട്, അതുപോലെ തന്നെ നമ്മുടെ ഹൃദയത്തെ പൊതിഞ്ഞിരിക്കുന്ന ഒരു ആവരണമാണ് എന്ത്? പെരികാർഡിയം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ നമുക്ക് എത്ര അറകളുണ്ട്? 4 അറകളുണ്ട്. ദേ ഇവിടെ കണ്ടോ, 1, 2, 3, 4 എന്ന് പറഞ്ഞുകൊണ്ട് 4 അറകളുണ്ട് നമ്മുടെ ഹൃദയത്തിന്. അപ്പോൾ ഈ 3 കാര്യങ്ങൾ പഠിക്കണം. നമ്മുടെ രക്തപര്യന വ്യവസ്ഥയുടെ കേന്ദ്രമാണ് ഹൃദയം. ശരീരത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലേക്കും രക്തം പമ്പ് ചെയ്യുന്ന ഹൃദയമാണ്. ഹൃദയം ഔരസാശയത്തിൽ ശ്വാസകോശങ്ങൾക്കിടയിൽ സ്ഥിതി ചെയ്യുന്നു. ഇത് വാരിയെല്ലുകളാൽ സംരക്ഷിക്കപ്പെട്ടിരിക്കുന്നു. പിന്നെ ഹൃദയത്തിൻ്റെ സവിശേഷതകൾ എന്തൊക്കെയാണ്? മുഷ്ടിയോളം വലുപ്പമേ ഉള്ളൂ, 4 അറകളുണ്ട്. ഈ ഹൃദയത്തെ പൊതിഞ്ഞിരിക്കുന്ന ആ ഒരു ഇരട്ട സ്ഥലം അല്ലെങ്കിൽ അതിനെ ഒരു ആവരണം എന്ന് പറയുന്നത് എന്താണ്? പെരികാർഡിയം. ഇത്രയാണ് നമ്മുടെ ഹാർട്ടിനെ പറ്റിയുള്ള പ്രധാനമായിട്ടുള്ള കാര്യങ്ങൾ. ഇനി ബാക്കി കുറച്ച് ജീവികളുടെ ഹൃദയത്തിൻ്റെ എണ്ണങ്ങളൊക്കെ നമുക്ക് പഠിക്കാനുണ്ട്. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ, ഓരോ ജീവികളുടെയൊക്കെ. ഓക്കെ, ഇതാണ് ജീവി ഹൃദയത്തിൻ്റെ അറകൾ. ഇതൊന്ന് സൂം കുറച്ച് കാണിക്കാവേ. ഓക്കെ, നോക്കിക്കേ. ഒന്നാമത്തെ നമ്മുടെ മണ്ണീര. മണ്ണീരയുടെ നോക്കിക്കേ എത്ര ഹൃദയമാണ്. നമ്മൾ കഴിഞ്ഞ ദിവസം എങ്ങനെയാണ് ശ്വാസം എടുക്കുന്നത് അതിനെപ്പറ്റി നമ്മൾ പറഞ്ഞായിരുന്നല്ലോ അല്ലേ. ഈർപ്പമുള്ള ത്വക്ക്, പിന്നെന്താ മീനിൻ്റെ ആണെങ്കിൽ ചെകിളപ്പൂക്കൾ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പഠിച്ചില്ലായിരുന്നോ? അപ്പം അതുപോലെ ഉള്ളതാണ്. തവളയുടെ ആണെങ്കിൽ കരയിലായിരിക്കുമ്പം ഈർപ്പമുള്ള ത്വക്ക് അല്ല, ശ്വാസകോശവും പിന്നെ വെള്ളത്തിലായിരിക്കുമ്പോൾ ഈർപ്പമുള്ള ത്വക്ക് എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞില്ലേ. അതുപോലെ തന്നെ ഹേർട്ടിൻ്റെ കാര്യങ്ങൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. മണ്ണിരയാണെങ്കിൽ നോക്കിയേ, ഹൃദയത്തിൻ്റെ അറകൾ എത്ര എണ്ണം ഉണ്ട്? 5 ജോഡി പാർശ്വഹൃദയങ്ങൾ. ആർക്ക്? നമ്മുടെ മണ്ണിരയ്ക്ക്. ഇനി പാറ്റയാണെങ്കിലോ 13 അറകൾ. മീനാണെങ്കിൽ 2 എണ്ണേ ഉള്ളൂ. തവളയ്ക്കാണെങ്കിൽ 3, കോഴിക്കാണെങ്കിൽ നമ്മുടെ പോലെ 4 എണ്ണം ഉണ്ട്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആട്ടോ, പഠിക്കണേ. മണ്ണീര എത്ര എണ്ണം ഉണ്ട്? 5 ജോഡി പാർശ്വഹൃദയങ്ങൾ. ഇനി പാറ്റയാണെങ്കിൽ 13, മീനാണെങ്കിൽ 2, തവളയാണെങ്കിൽ 3, കോഴിയാണെങ്കിൽ 4. അങ്ങനെ ഇതിൻ്റെ ഹൃദയത്തിൻ്റെ അറകളുടെ എണ്ണം അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഈ ഓരോ ജീവികളുടേതുള്ളത്. അപ്പോൾ അതും പഠിക്കണം കേട്ടോ. മണ്ണിരയാണെങ്കിൽ 5 ജോഡി പാർശ്വഹൃദയങ്ങൾ, പാറ്റയാണെങ്കിൽ 13 അറകൾ, മീനാണെങ്കിൽ 2 അറകൾ, തവളയാണെങ്കിൽ 3 അറകൾ, കോഴിയാണെങ്കിൽ
4 അറകൾ. നമുക്ക് മനുഷ്യർക്കാണെങ്കിലും എത്ര തന്നെയാണ്? 4 എണ്ണമാണുള്ളത്, 4 അറകളാണുള്ളത്. അപ്പോൾ അത് പഠിക്കണം കേട്ടോ. കിട്ടിയ ഓരോ ജീവികളുടെയും അതിൻ്റെ ഹൃദയത്തിൻ്റെ അറകളുടെയും എണ്ണം? കിട്ടിയോ? ഓക്കെ. അങ്ങനെയാണെങ്കിൽ ഹാർട്ട് ബീറ്റ് നോക്കിക്കേ. ഹൃദയസ്പന്ദനവും പൾസും. ഹൃദയം ഒരു പ്രാവശ്യം സങ്കോചിക്കുകയും പൂർവ്വസ്ഥിതി പ്രാപിക്കുകയും ചെയ്യുന്നതാണ് എന്ത്? ഹൃദയസ്പന്ദനം എന്ന് പറയുന്നത്. ആരോഗ്യമുള്ള ഒരാളുടെ ഹൃദയം മിനിറ്റിൽ 72 പ്രാവശ്യം സ്പന്ദിക്കുന്നു. ഇതാണ് ഹൃദയസ്പന്ദന നിരക്ക് എന്ന് പറയുന്നത്. അതായത് നമ്മുടെ ഹാർട്ട് ബീറ്റ് നമുക്കറിയാം ഒരു മിനിറ്റിൽ 72 പ്രാവശ്യം ഇങ്ങനെ അടിക്കുന്ന പറയുന്നത് അല്ലേ? അപ്പോൾ അതാണ് നമ്മുടെ ഹൃദയസ്പന്ദന നിരക്കെന്ന് പറയുന്നത്. ഹൃദയസ്പന്ദനത്തിൻ്റെ ഫലമായി ധമനികളിൽ തരംഗചലനം ഉണ്ടാകുന്നതാണ് പൾസ്. ഹൃദയസ്പന്ദന നിരക്കും പൾസിൻ്റെ നിരക്കും തുല്യമായിരിക്കും അല്ലേ? നമ്മൾ ഈ ഡോക്ടേഴ്സൊക്കെ ചെല്ലുമ്പോൾ ഇവിടെ ഒരു ഫോട്ടോ ഉണ്ട്. ഇങ്ങനെ ടൈം നോക്കിയിട്ട് നമ്മുടെ കൈയുടെ വെയിൻസിൽ തൊട്ട് നോക്കുമ്പോൾ നമുക്കറിയാം, ഇപ്പോൾ തൊട്ട് നോക്കിയാൽ നമുക്കറിയാം എന്താണ് ഒരു കിട് അടിക്കുന്ന കേൾക്കാം അല്ലേ? നമുക്ക് തൊടുമ്പോൾ അറിയാം നമ്മുടെ കയ്യിൽ ഇങ്ങനെ അടിക്കുന്നത് അല്ലേ? അപ്പോൾ അതാണ് എന്ത്? ഹൃദയസ്പന്ദനത്തിൻ്റെ ഫലമായിട്ട് ധമനികളിൽ തരംഗചലനം ഉണ്ടാകുന്നതാണ് പൾസ് റേറ്റ് എന്ന് പറയുന്നത്. അപ്പം ഹൃദയം ഒരു പ്രാവശ്യം സങ്കോചിക്കുകയും പൂർവ്വസ്ഥിതി പ്രാപിക്കുകയും ചെയ്യുന്നതാണ് ഹൃദയസ്പന്ദനം. ആരോഗ്യമുള്ള ഒരാളുടെ ഹൃദയം മിനിറ്റിൽ 72 പ്രാവശ്യം സ്പന്ദിക്കുന്നു. ഇതാണ് ഹൃദയസ്പന്ദന നിരക്കെന്ന് പറയുന്നത്. ഹൃദയസ്പന്ദനത്തിൻ്റെ ഫലമായി ധമനികളിൽ തരംഗചലനം ഉണ്ടാകുന്നതാണ് പൾസ് എന്ന് പറയുന്നത്. ഹൃദയസ്പന്ദന നിരക്കും പൾസിൻ്റെ നിരക്കും എന്താണ്? തുല്യമായിരിക്കും. നമ്മുടെ ആ കയ്യിൽ നോക്കുന്നു, കൈത്തണ്ടിൻ്റെ അവിടെ നോക്കുന്നു, പിന്നെ നെറ്റിയുടെ ഇരുവശങ്ങളിൽ നോക്കുന്നു, ഇനി കഴുത്തിൻ്റെ സൈഡിൽ നോക്കുന്നു, അതൊക്കെ ആ പൾസ് റേറ്റും നമ്മുടെ ഹാർട്ട് ബീറ്റും എപ്പോഴും സെയിം ആയിരിക്കും എന്ന് പറഞ്ഞത്. അത് ജസ്റ്റ് ഒന്ന് ഓർത്തിരുന്നാൽ മതി കേട്ടോ. ഇനി ഇതാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നോക്കിക്കേ, റെനെ ലെനക്ക്. ഈ പേര് ഓർക്കണം. ഹൃദയസ്പന്ദനം പരിശോധിക്കാൻ നമുക്കറിയാം എന്ത് സാധനം ഉപയോഗിക്കുന്നത്? നമ്മുടെ സ്റ്റെതസ്കോപ്പ്. ഇതാദ്യമായിട്ട് നിർമ്മിച്ചത് ആരാണ്? നമ്മുടെ റെനെ ലെനക്ക്. ആ പേര് ഓർത്തിരിക്കണം. സ്റ്റെതസ്കോപ്പ് കണ്ടുപിടിച്ച അല്ലെങ്കിൽ സ്റ്റെതസ്കോപ്പ് നിർമ്മിച്ച ആരാണ് ആദ്യമായിട്ട്? റെനെ ലെനക്കാണ് നമ്മുടെ സ്റ്റെതസ്കോപ്പ് ആദ്യമായിട്ട് നിർമ്മിച്ചത്, അല്ലെങ്കിൽ സ്റ്റെതസ്കോപ്പ് ആദ്യമായിട്ട് കണ്ടുപിടിച്ചതെന്നാണ് പറയാം. അതാരാണ്? റെനെ ലെനക്ക്. ആളുടെ പേര് ഓർത്തിരിക്കണേ. ഹൃദയസ്പന്ദനം പരിശോധിക്കുന്നതിന് ഉപയോഗിക്കുന്ന ഉപകരണമാണ് സ്റ്റെതസ്കോപ്പ്. റെനെ ലെനക്കാണ് ഇത് ആദ്യമായി നിർമ്മിച്ചത്. കിട്ടിയ ആളുടെ പേര് റെനെ ലെനക്ക്. ഇതൊക്കെ നമ്മുടെ പഴയ ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിച്ചിട്ടുള്ള സ്റ്റെതസ്കോപ്പ് ഒരു 5 വർഷങ്ങൾക്കൊക്കെ മുമ്പുള്ള കേട്ടിട്ടുണ്ട്. റെനെ ലെനക്കിൻ്റെ കാര്യമൊക്കെ ചോദിച്ചിട്ടുണ്ട് സ്റ്റെതസ്കോപ്പിൻ്റെ. കിട്ടിയോ? സ്റ്റെതസ്കോപ്പ് നിർമ്മിച്ചതാണ് ആര്? നമ്മുടെ റെനെ ലെനക്ക്. നമ്മൾ കഴിഞ്ഞ ദിവസം നമ്മുടെ റെസ്പിറേറ്ററി സിസ്റ്റം, അതായത് ശ്വാസകോശത്തിൻ്റെ മാതൃക ഉണ്ടാക്കിയ പോലെ തന്നെ ഇവിടെ സ്റ്റെതസ്കോപ്പിൻ്റെ മാതൃകയും ഉണ്ടാക്കാനൊക്കെ പറഞ്ഞിട്ടുണ്ട്. ട്യൂബൊക്കെ വെച്ചിട്ട് നമുക്ക് അതൊന്നും വലിയ ആവശ്യമുള്ള കാര്യമല്ല. പിന്നെ പിള്ളേരുടെ പൾസ് റേറ്റും ഹാർട്ട് ബീറ്റ് റേറ്റും അതെല്ലാം നോക്കാനൊക്കെ പറഞ്ഞിട്ടുണ്ട്. നമുക്കതൊന്നും വലിയ ആവശ്യമുള്ള കാര്യമല്ല. നോക്കിക്കേ, ഹൃദയം പറയാണ്, കൂടുതൽ കൊഴുപ്പടങ്ങിയ ഭക്ഷണം സ്ഥിരമായി കഴിക്കുന്നത് എൻ്റെ പ്രവർത്തനത്തെ ബാധിക്കും. ജീവിതശൈലി രോഗങ്ങൾ എന്നെ തളർത്തും. പുകവലി, മദ്യപാനം എന്നിവ എന്നെ വേഗം രോഗിയാക്കും. വ്യായാമം ചെയ്തില്ലെങ്കിൽ എൻ്റെ ആരോഗ്യം തകരാറിലായിരിക്കും. നമുക്കറിയാം ഹേർട്ടിന് പലതരത്തിലുള്ള അറ്റാക്ക് അല്ലെങ്കിൽ പലതരത്തിലുള്ള അസുഖങ്ങൾ ഉണ്ടാകാറുള്ളതാണ് നമ്മുടെ ഹേർട്ടിന്. അപ്പോൾ ഹേർട്ട് പറയാണ് ഇന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കണം, ഇന്ന കാര്യങ്ങളൊക്കെ ചെയ്താൽ എൻ്റെ ഹേർട്ടിന് അതെല്ലാം നമ്മുടെ ഓരോരുത്തരുടെ ഹേർട്ടിന് അതെല്ലാം പ്രോബ്ലം ആണ് എന്നാണ് പറയുന്നത്. നിങ്ങൾക്ക് ആ സ്റ്റെതസ്കോപ്പിൻ്റെ ആളുടെ പേര് കിട്ടിയായിരുന്നോ? റെനെ ലെനക്ക് എന്നുള്ളത്. ഞാനത് പെട്ടെന്ന് മാറ്റുകയും ചെയ്തു. കിട്ടിയായിരുന്നോ പേര്? റെനെ ലെനക്ക് എന്നുള്ള പേര്? ഓക്കെ. അങ്ങനെയാണെങ്കിൽ നോക്കിക്കേ, മുറിവുണ്ടായാൽ നമ്മൾ മറ്റേ ദഹനത്തിൻ്റെ കാര്യം പറഞ്ഞപ്പോഴും ഈ ഭക്ഷണം തൊണ്ടയിൽ കുടുങ്ങുമ്പം എന്ത് ചെയ്യണം എന്നൊക്കെ കൊച്ചുങ്ങളുടെ കാര്യം വലിയവരുടെ കാര്യമൊക്കെ നമ്മൾ പറഞ്ഞില്ലായിരുന്നു, പ്രഥമ ശുശ്രൂഷ പോലെ. അതുപോലെ തന്നെ ഹൃദയം, രക്തം, രക്തക്കുഴൽ എന്നിവ രക്തപര്യന വ്യവസ്ഥയുടെ ഭാഗങ്ങളാണെന്ന് മനസ്സിലാക്കിയല്ലോ. രക്തക്കുഴലുകൾ മുറിഞ്ഞാൽ എന്ത് സംഭവിക്കും? ഇത് കളിച്ചുകൊണ്ടിരിക്കെ നിങ്ങളുടെ കൂട്ടുകാരൻ്റെ കയ്യിലൊരു മുറിവുണ്ടായി. നമുക്കാണെങ്കിലും എപ്പോഴും പറ്റാറുള്ളതാണ്. എവിടെയെങ്കിലും വീണ് അല്ലെങ്കിൽ നമ്മൾ അടുക്കളയിൽ എന്തെങ്കിലും കത്തി കൊണ്ടൊക്കെ ആണെങ്കിലും മുറിവുണ്ടാകാറുള്ളതാണ്. മുറിവ് പറ്റി ഒരാൾക്ക് എന്ത് പ്രഥമ ശുശ്രൂഷയാണ് നൽകുന്നത്? ശുദ്ധജലം ഉപയോഗിച്ച് മുറിവ് വൃത്തിയാക്കുക, മുറിവിൽ അമർത്തിപ്പിടിക്കുക, കൈയിലാണ് മുറിവെങ്കിൽ കൈ ഉയർത്തിപ്പിടിക്കുക, രക്തപ്രവാഹം നിലയ്ക്കുന്നില്ലെങ്കിൽ ശുദ്ധമായ തുണിയോ ബാൻഡേജോ കൊണ്ട് മുറിവ് പൊതിഞ്ഞു കെട്ടുക,
വേഗത്തിൽ വൈദ്യസഹായം ലഭ്യമാക്കുക. ഇതാണ് കൂടുതലായിട്ട് ബ്ലഡ് മുറിവുണ്ടാകും, ബ്ലഡ് ഒഴുകിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മൾ ചെയ്യുന്ന പ്രഥമ ശുശ്രൂഷകളാണ് ഈ തന്നിരിക്കുന്നതെല്ലാം. ഇത് അതേപടി കാണാൻ പഠിക്കണമെന്നും വേണ്ട, ജസ്റ്റ് വായിച്ചു നോക്കുക. നമുക്കറിയാവുന്ന കാര്യങ്ങളാണ് ഈ പ്രഥമ ശുശ്രൂഷയുടെയൊക്കെ. കുറച്ചുകൂടെ വലിയ അസ്ഥിഭംഗം അങ്ങനെയുള്ള കാര്യങ്ങളുടെ പ്രഥമ ശുശ്രൂഷയായിരിക്കും കുറച്ച് നമുക്കൊരു ഇത് വരിക, എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണമെന്നുള്ളത്. അപ്പോൾ ഇങ്ങനത്തെ മുറിവുണ്ടാകുന്നതൊക്കെ നമുക്ക് ജസ്റ്റ് വായിച്ചു നോക്കിയാൽ നമുക്ക് ഓപ്ഷൻസ് വരുമ്പോൾ നമുക്ക് മനസ്സിലാവുന്ന കാര്യങ്ങളാണ്. അപ്പോൾ ഇത് കാണാൻ പഠിക്കൊന്നും വേണ്ട, ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കിയാൽ മതി മുറിവുണ്ടാകുമ്പോൾ. എന്ന് നോക്കിയാൽ ഹൃദയം മാറ്റിവെക്കാം. ഗുരുതരമായ ഹൃദ്രോഗമുള്ളവർക്കാണ് ഹൃദയം മാറ്റിവെക്കൽ ശസ്ത്രക്രിയ നടത്താറുള്ളത്. മസ്തിഷ്ക മരണം സംഭവിച്ച വ്യക്തിയുടെ ഹൃദയം എടുത്ത് രോഗിയിൽ വെച്ച് പിടിപ്പിക്കുകയാണ് സാധാരണ ചെയ്യാറുള്ളത്. 1967 ഡോക്ടർ ക്രിസ്റ്റ്യൻ ബെർണാഡ് ആണ് ആദ്യമായി ഹൃദയം മാറ്റിവെക്കൽ ശസ്ത്രക്രിയ വിജയകരമായി നടത്തിയത്. അപ്പോൾ ഹൃദയ മാറ്റിവെക്കൽ ശസ്ത്രക്രിയ ആദ്യമായി നടന്നത് എന്നാണ് 1967. ആരാണ് നടത്തിയത്? ഡോക്ടർ ക്രിസ്റ്റ്യൻ ബെർണാഡ്. അദ്ദേഹമാണ് നമ്മുടെ ഹൃദയ മാറ്റിവെക്കൽ ശസ്ത്രക്രിയ ആദ്യമായിട്ട് നടത്തിയത്. ഡോക്ടർ ക്രിസ്റ്റ്യൻ ബെർണാഡ് 1967. ഇടയ്ക്ക് നമ്മൾ ഈ കേൾക്കാറുള്ളതാണ് അല്ലേ, ഹൃദയം ഇന്ന സ്ഥലത്തു നിന്ന് ഇന്ന സ്ഥലത്തേക്ക് ആംബുലൻസിൽ പോകുന്നു, വഴിയൊക്കെ ക്ലിയർ ചെയ്ത് കൊടുക്കണമെന്നൊക്കെ നമ്മളങ്ങനെ കേൾക്കാറുള്ളതാണ്. അപ്പം 1967 ഡോക്ടർ ക്രിസ്റ്റ്യൻ ബെർണാഡാണ് ഹൃദയ മാറ്റിവെക്കൽ ശസ്ത്രക്രിയ ആദ്യമായിട്ട് നടത്തിയത്. ഓക്കെ, ഇനി അടുത്ത് നോക്കിയാൽ രക്തദാനം, മഹാദാനം. ആരോഗ്യമുള്ള ഒരാളുടെ ശരീരത്തിൽ ഏകദേശം 5.5 ലിറ്റർ വരെ രക്തമുണ്ടാവും. അപകടങ്ങൾ, അസുഖങ്ങൾ എന്നിവ മൂലം രക്തത്തിൻ്റെ അളവ് കുറയും അല്ലേ, രക്തത്തിൻ്റെ അളവ് കുറയാറുണ്ട്. നമ്മളപ്പോൾ എന്താണ് ചെയ്യണം? ബ്ലഡ് ഡൊണേഷൻ അല്ലേ, നമ്മൾ ചെയ്യുന്ന ഒരു കാര്യമാണ്. ഇത്ര വെയിറ്റ് വേണം, ബ്ലഡ് കൊടുത്തിട്ട് ഇത്ര നാളാവണം, അങ്ങനെയൊക്കെ പറഞ്ഞില്ല നമ്മൾ ബ്ലഡ് കൊടുക്കാറ്. അപ്പം 5.5 ലിറ്റർ വരെ നമ്മുടെ ഒരു ആരോഗ്യമുള്ള ഒരാളുടെ ശരീരത്തിൽ എത്ര ലിറ്റർ വരെ ഉണ്ട്? 5.5 ലിറ്റർ വരെ ബ്ലഡ് ഉണ്ട്. അപ്പം രക്തദാനം, മഹാദാനം എന്നാണ് പറയുന്നത്. അപ്പം ജസ്റ്റ് ആ ഒരു കാര്യം, ഒരു കണ്ടന്റ് പറഞ്ഞിട്ടുണ്ടെന്നേ ഉള്ളൂ. ഒരാൾ സ്വമനസാലെ മറ്റൊരാൾക്കോ ശാസ്ത്രീയമായി സൂക്ഷിച്ച് പിന്നീട് ഉപയോഗിക്കുന്നതിനോ രക്തം നൽകുന്നതാണ് രക്തദാനം. നിങ്ങളും 18 വയസ്സ് കഴിയുമ്പോൾ ഒരു സാമൂഹ്യ സേവന നിലയിൽ ഇതിൻ്റെ ഭാഗമാകുമല്ലോ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇത്രയാണ് നമ്മുടെ സർക്കുലേറ്ററി സിസ്റ്റം അല്ലെങ്കിൽ രക്തപര്യന വ്യവസ്ഥയിലെ പ്രധാന കാര്യങ്ങൾ. അതിൻ്റെ നമ്മൾ ബ്ലഡിനെ കുറിച്ച് പറഞ്ഞു, ബ്ലഡിൻ്റെ അകത്തെ 4 പ്രധാന ഘടകങ്ങളെക്കുറിച്ച് പറഞ്ഞു. പ്ലാസ്മ, പ്ലേറ്റ്ലെറ്റ്, WBC, RBCയുടെ കാര്യങ്ങൾ പറഞ്ഞു. പിന്നെ നമ്മുടെ ബ്ലഡ് വെസൽസ് 3 തരത്തിലുണ്ടെന്ന് പറഞ്ഞു. ധമനികൾ, സിരകൾ, ലോമികൾ ഉണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ 3 തരത്തിലുള്ള ബ്ലഡ് വെസൽസ് ഉണ്ടെന്ന് പറഞ്ഞു. പിന്നെ നമ്മുടെ മെയിൻ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആള് ഹാർട്ടിൻ്റെ കാര്യങ്ങൾ പറഞ്ഞു. മുഷ്ടിയോളം വലുപ്പമുള്ളൂ. ഹാർട്ടിനെ ആവരണം ചെയ്തിരിക്കുന്ന ഒരു ഇരട്ട സ്ഥലമുണ്ട്, നമ്മുടെ പെരികാർഡിയം. പിന്നെന്താ പറഞ്ഞേ, അതിന് മുഷ്ടിയോളം വലുപ്പമുള്ളൂ, പെരികാർഡിയാണ് ആവരണം ചെയ്തിരിക്കുന്നതെന്ന് പറഞ്ഞു. പിന്നെ ഒരു കാര്യം കൂടെ, മൂന്നാമത്തെ ഒരു പോയിന്റ് കൂടെ പറഞ്ഞായിരുന്നല്ലോ, എന്തായിരുന്നു? 4 അറകളുണ്ടെന്ന് പറഞ്ഞു. പിന്നെ കുറച്ച് ജീവികളുടെ ഹൃദയത്തിൻ്റെ അറകളുടെ എണ്ണമൊക്കെ നമ്മൾ നോക്കി. സ്റ്റെതസ്കോപ്പിൻ്റെ കാര്യം പറഞ്ഞു. റെനേലേനെക്കാണ് സ്റ്റെതസ്കോപ്പ് കണ്ടുപിടിച്ച്. പിന്നെ ഹൃദയം മാറ്റിവെക്കൽ ശസ്ത്രക്രിയയാണെങ്കിൽ 1967 ഡോക്ടർ ക്രിസ്റ്റ്യൻ ബെർണാഡാണ് ആദ്യമായിട്ട് ഹൃദയ മാറ്റിവെക്കൽ ശസ്ത്രക്രിയ നടത്തിയത്. ഇത്രയാണ് നമ്മുടെ രക്തപര്യന വ്യവസ്ഥ അല്ലെങ്കിൽ സർക്കുലേറ്ററി സിസ്റ്റത്തിൻ്റെ അകത്തുള്ള പ്രധാന കാര്യങ്ങൾ. അതിൻ്റെ അകത്ത് 3 പേരേ ഉള്ളൂ, രക്തവും ബ്ലഡ് വെസൽസും ഹാർട്ടും. ആ 3 പേരെ കുറിച്ചുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഇമ്പോർട്ടൻ്റ് ആണെന്ന് പഠിക്കണം. ഇനി അടുത്തതാണ് നമ്മുടെ വിസർജന വ്യവസ്ഥ അല്ലെങ്കിൽ എക്സ്ക്രീറ്ററി സിസ്റ്റം എന്ന് പറയുന്നത്. അതാണ് നമ്മുടെ രണ്ടാമത്തെ ആൾ. ഓക്കെ, ദഹനം, രക്തപര്യനം, ശ്വസനം എന്നീ ജീവൽ പ്രവർത്തനങ്ങളെക്കുറിച്ചാണ് നമ്മൾ ഇതുവരെ ചർച്ച ചെയ്തത് അല്ലേ. ശ്വസന ഫലമായി ഉണ്ടാകുന്ന വാതകം ഏതാണ്? ഇത് പുറംതള്ളുന്ന അവയവം ഏതാണ്? മറ്റെന്തെല്ലാം വിസർജ്യ വസ്തുക്കളാണ് നമ്മുടെ ശരീരത്തിലുണ്ടാകുന്ന? അവയെ പുറന്തള്ളാൻ ഏതൊക്കെ സംവിധാനങ്ങളാണ് ഉള്ളത്? നമുക്കറിയാം, ഓക്സിജൻ ഉണ്ടാകുന്നു, നമ്മൾ പുറത്തേക്ക് വിടുന്നു. കാർബൺ ഡൈ ഓക്സൈഡ് നമ്മൾ പുറത്തേക്ക് വിടുന്നു. പിന്നെ മറ്റെല്ലാം വിസർജന വസ്തുക്കളാണ് വിസർജ്യ വസ്തുക്കളാണ് നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്നത്. നമുക്കറിയാം, വേസ്റ്റുകൾ നമ്മൾ പറഞ്ഞു, നമ്മൾ കഴിക്കുന്നതിൻ്റെ വേസ്റ്റുകളൊക്കെ വൻകുടലിൽ പോകുന്നുണ്ട്. അതുപോലെ തന്നെ മലവിസർജനം അല്ലേ, മലാശയത്തിലൂടെ പുറത്തേക്ക് പോകുന്നുണ്ടെന്ന് പറഞ്ഞു. അല്ലെങ്കിൽ മൂത്രം ഒഴിച്ച് കളയുന്നുണ്ട്, അതൊക്കെയാണ് ഇനി വരുന്നത്. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ത്വക്കിൽ നമ്മുടെ വിയർപ്പായിട്ടും പുറത്തേക്ക് പോകുന്നുണ്ട്. അതൊക്കെയാണ് നമ്മളിനി നോക്കാൻ പോകുന്നത്. നമ്മുടെ വിസർജനം അല്ലെങ്കിൽ എക്സ്ക്രീഷൻ ജീവൽ പ്രവർത്തനങ്ങളുടെ ഫലമായി ഉണ്ടാകുന്ന യൂറിയ, അധികമുള്ള ജലം, ലവണങ്ങൾ തുടങ്ങിയവ ശരീരത്തിൽ നിന്ന് പുറന്തള്ളുന്ന പ്രക്രിയയാണ്
വിസർജനം എന്ന് പറയുന്നത്. അതായത് നമ്മുടെ ബോഡിയിൽ ഉണ്ടാകുന്ന ഓരോരോ മാറ്റങ്ങൾ, ഫുഡ് കഴിക്കുന്നതിലൂടെ അല്ലെങ്കിൽ വെള്ളം കുടിക്കുന്നതിലൂടെ നമ്മൾ ഓരോ കാര്യങ്ങൾ ചെയ്യുന്നതിലൂടെയൊക്കെ ഉണ്ടാകുന്ന യൂറിയ, പിന്നെ അധികമുള്ള ജലം, അതായത് കൂടുതലായിട്ടുള്ള വെള്ളത്തിൻ്റെ അളവ്, ജലം, ലവണങ്ങൾ തുടങ്ങിയവ ശരീരത്തിൽ നിന്ന് പുറന്തള്ളുന്ന പ്രക്രിയയാണ് ഇത് നമ്മുടെ എക്സ്ക്രീഷൻ അല്ലെങ്കിൽ വിസർജനം എന്ന് പറയുന്നത്. ഇനി ഒന്നാമത്തെ ആളാണ് നമ്മുടെ വിസർജനത്തിനെ സഹായിക്കുന്ന നമ്മുടെ കിഡ്നി, വൃക്കകൾ. നമ്മുടെ ശരീരത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട വിസർജന അവയവമാണ് ഏത്? വൃക്കകൾ അല്ലെങ്കിൽ കിഡ്നി എന്ന് പറയുന്നത്. ഇവ മനുഷ്യ ശരീരത്തിലെ അരിപ്പകളായിട്ട് പ്രവർത്തിക്കുന്നു. അപ്പോൾ മനുഷ്യ ശരീരത്തിലെ അരിപ്പകൾ എന്ന് പറയുന്ന ഏതാണ്? നമ്മുടെ കിഡ്നിയാണ്. നമ്മുടെ വൃക്കകളെയാണ് മനുഷ്യ ശരീരത്തിലെ അരിപ്പകൾ എന്ന് പറയുന്നത്. ആ ക്വസ്റ്റ്യനും ചോദിച്ചിട്ടുണ്ട് കേട്ടോ. മനുഷ്യ ശരീരത്തിലെ അരിപ്പ എന്നതാണ് കിഡ്നി അല്ലെങ്കിൽ വൃക്കയാണ് മനുഷ്യ ശരീരത്തിലെ അരിപ്പ എന്ന് പറയുന്നത്. ഇനി വൃക്കയുടെ ആകൃതി എന്താ? നമ്മൾ പറയും ഒരു പയറുമണി പോലെ, ഞാൻ വരച്ചപ്പോൾ മാങ്ങ പോലെ പയറുമണി പോലെയായിരിക്കുന്നത് നമ്മുടെ വൃക്ക ഇരിക്കുന്നത്. അപ്പം നമ്മുടെ മനുഷ്യ ശരീരത്തിലെ പ്രധാനപ്പെട്ട ഒരു വിസർജന അവയവമാണ് വൃക്ക എന്ന് പറയുന്നത്. അതുപോലെ തന്നെ മനുഷ്യ ശരീരത്തിലെ അരിപ്പയായിട്ട് പ്രവർത്തിക്കുന്ന ഏതാണ്? നമ്മുടെ വൃക്കയാണ്. ഇനി നോക്കിക്കേ, വൃക്കയും അരിക്കലും. പയർ വിത്തിന്റെ ആകൃതിയിലുള്ള ഇവ ഉദരാശയത്തിൽ നട്ടെല്ലിൻ്റെ ഇരുവശങ്ങളിലുമായാണ് കാണപ്പെടുന്നത്. എവിടെയാണ്? ഉദരാശയത്തിൽ നട്ടെല്ലിൻ്റെ ഇരുവശങ്ങളിലുമായിട്ടാണ് എന്ത് കാണപ്പെടുന്നത്? നമ്മുടെ വൃക്കകൾ കാണപ്പെടുന്നത്. വൃക്കയിലേക്ക് രക്തം എത്തിക്കുന്നത് എവിടെ നിന്നാണ്? വൃക്കധമനിയാണ്. അപ്പോൾ വൃക്കയിലേക്ക് രക്തം എത്തിക്കുന്ന ഏതാണത്? നമ്മുടെ വൃക്കധമനിയാണ്. വൃക്കധമനി വഴി എത്തുന്ന രക്തത്തിൽ യൂറിയ, ഗ്ലൂക്കോസ്, ലവണങ്ങൾ, ഓക്സിജൻ, മറ്റ് ഘടകങ്ങൾ എന്നിവ ഉണ്ടായിരിക്കും. എന്നാൽ അരിക്കലിന് ശേഷം വൃക്കസിരയിലൂടെ തിരിച്ചു പോകുന്ന രക്തത്തിൽ യൂറിയ, ഗ്ലൂക്കോസ്, ലവണങ്ങൾ, ഓക്സിജൻ, മറ്റ് ഘടകങ്ങൾ എന്നിവയുടെ അളവ് താരതമ്യേന കുറവായിരിക്കും. നമ്മൾ പറഞ്ഞു വൃക്കധമനി വഴിയാണ് എന്ത്? രക്തം വൃക്കയിലേക്ക് എത്തുന്നത്. അപ്പോൾ വൃക്കസിര വഴിയോ നമ്മൾ ആ തിരിച്ച് വൃക്കധമനി വഴി എത്തുന്ന ആ കാര്യങ്ങളെല്ലാം തിരിച്ച് അരിക്കലിലൂടെ തിരിച്ച് പുറത്തേക്ക് പോകുന്ന ഇതിലെ കൂടെയാണ് നമ്മുടെ വൃക്ക സിരകളിലൂടെയാണ്. നമ്മൾ മുമ്പേ പറഞ്ഞില്ലായിരുന്നോ? ധമനികളാണ് എന്ത് ചെയ്യുന്നത്? ഓക്സിജൻ അടങ്ങിയിട്ടുള്ള ബ്ലഡ് എല്ലാ ബോഡി പാർട്സിലേക്ക് കൊണ്ടുപോകുന്നത്. സിരകളാണെങ്കിൽ തിരിച്ച് കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ അടങ്ങിയിരിക്കുന്ന ബ്ലഡ് ഹാർട്ടിലേക്ക് കൊണ്ടുപോകുന്നു നമ്മൾ പറഞ്ഞായിരുന്നു. അമ്മ വിളിക്കുന്നുണ്ട് ഫോൺ വലയിൽ, എൻ്റെ ഫോണിലാണ് വിളിക്കുന്നത്. ഓക്കെ, അപ്പം എന്താ നമ്മൾ പറഞ്ഞത്? വൃക്കയിലേക്ക്. അപ്പം ആ ധമനി, ആ സിര എന്നുള്ള പേര് ഓർത്താൽ മതി. അതിൻ്റെ കൂടെ ഒരു വൃക്കയും കൂടെ ഉണ്ട്, വൃക്കയുടെ കാര്യമായതുകൊണ്ട്. അപ്പോൾ വൃക്കധമനി എന്ന് പറയുമ്പോൾ എന്താ? വൃക്കയിലേക്ക് രക്തം എത്തിക്കുന്നു. ഇനി വൃക്കസിരയാണെങ്കിലോ തിരിച്ച് നമ്മൾ പറഞ്ഞ അരിപ്പയാന്ന് പറഞ്ഞു. ആ അരിക്കലിനെല്ലാം ശേഷം ഈ യൂറിയയും അല്ലെങ്കിൽ എന്താ ലവണങ്ങളും ഓക്സിജനും കാർബൺ ഡൈ ഓക്സൈഡും എല്ലാം തിരിച്ചു കൊണ്ടുവന്നാണ് നമ്മുടെ വൃക്കസിര എന്ന് പറയുന്നത്. ഇത്തരത്തിൽ വൃക്കയിൽ അരിക്കലിന് വിധേയമായ രക്തത്തിലെ മാലിന്യങ്ങൾ മൂത്രത്തിലൂടെ പുറന്തള്ളപ്പെടുന്നു. അപ്പോൾ ഈ അരിക്കലിന് ശേഷം അത് എങ്ങനെയാണ്? മൂത്രത്തിലൂടെ അത് പുറന്തള്ളപ്പെടുന്നുണ്ട്. ശരിയായ അളവിൽ ജലം, ലവണങ്ങൾ എന്നിവ ശരീരത്തിൽ നിലനിർത്തുന്നതിന് വൃക്കകൾ പ്രധാന പങ്ക് വഹിക്കുന്നു. ആരോഗ്യമുള്ള ഒരാളുടെ വൃക്കകൾ ഒരു ദിവസം ശരാശരി 1.5 ലിറ്റർ മൂത്രം ഉൽപ്പാദിപ്പിക്കുന്നു. അതായത് നമ്മുടെ വൃക്കധമനി വഴി വൃക്കയിലേക്ക് രക്തം എത്തിക്കുന്ന വൃക്കധമനി വഴി വൃക്കസിരയിലൂടെ മിച്ചുള്ള അരിക്കലിലൂടെ വൃക്കസിരയിലൂടെ തിരിച്ചു പോകുന്ന രക്തത്തിൽ യൂറിയയും ഗ്ലൂക്കോസും അതെല്ലാം വൃക്കസിരയിലൂടെ പുറത്തേക്ക് പോകുന്നു. പിന്നെ ആ അരിക്കലിനെല്ലാം ശേഷം രക്തത്തിലെ മാലിന്യങ്ങൾ എന്താണ്? മൂത്രത്തിലൂടെ പുറന്തള്ളപ്പെടുന്നു. അപ്പോൾ താഴെ ഇതുപോലെ തന്നെ ക്വസ്റ്റ്യൻസ് ഉണ്ട്. വൃക്കയിലേക്ക് രക്തം എത്തിക്കുന്ന രക്തക്കുഴൽ ഏതാണ്? നമ്മൾ പറഞ്ഞു ഏതാണ്? വൃക്കധമനി. ഈ ക്വസ്റ്റ്യൻ നിങ്ങൾ നോക്കിയാൽ മതി. ഞാൻ ഈ PDF ഗ്രൂപ്പിൽ ഇട്ടായിരുന്നു. അപ്പോൾ നിങ്ങൾ ഈ ചാപ്റ്റർ എടുക്കുമ്പോൾ ഒന്നുകൂടെ ഞാൻ ഇട്ട് തരാം. അപ്പോൾ വൃക്കയിലേക്ക് രക്തം എത്തിക്കുന്ന രക്തക്കുഴൽ ഏതാണ്? നമ്മുടെ വൃക്കധമനി. ഇനി വൃക്കയിൽ നിന്ന് രക്തം തിരികെ കൊണ്ടുപോകുന്നതാണെങ്കിൽ ഏതാ? വൃക്കസിര. തിരിച്ചടിക്കുന്ന ആരാണ്? നമ്മുടെ സിരയാണ്, വൃക്കസിരയാണ്. ഇനി വൃക്കധമനി, വൃക്കസിര എന്നീ രക്തക്കുഴലുകളെ രക്തത്തിന് എന്ത് വ്യത്യാസമാണുള്ളത്? നമ്മൾ ആദ്യത്തെ പറഞ്ഞു എന്താ? വൃക്കധമനിയിലാണെങ്കിൽ നല്ല ബ്ലഡ് ആയിരിക്കും അല്ലേ? അത് വൃക്കയിലേക്ക് രക്തം എത്തിക്കുന്ന വൃക്കധമനിയാണ്. ഓക്സിജൻ അടങ്ങിയിട്ടുള്ള നല്ല ബ്ലഡ് ആയിരിക്കും. വൃക്കസിരയിലാണെങ്കിൽ തിരിച്ച് അരിക്കലിന് ശേഷമുള്ള കാര്യങ്ങളാണ് നമ്മുടെ വൃക്കസിരയിൽ വരുന്നത്. ഇനി വൃക്കയിൽ നിന്നും
മൂത്രം കൊണ്ടുപോകുന്ന കുഴൽ ഏതാണ്? വൃക്കയിൽ നിന്ന് മൂത്രം കൊണ്ടുപോകുന്ന കുഴലാണ് നമ്മുടെ ഈ മൂത്രവാഹി എന്ന് പറയുന്നത്. പിന്നെ വിസർജന വ്യവസ്ഥയിലെ ഏത് ഭാഗത്താണ് മൂത്രം ശേഖരിക്കുന്നത്? മൂത്രാശയത്തിലാണ് മൂത്രം ശേഖരിക്കുന്നത്. ഇപ്പോൾ ഈ ക്വസ്റ്റ്യൻസ് നിങ്ങൾ വായിച്ചു നോക്കുക, അതുപോലെ തന്നെ ആ ഓരോ പാർട്ടുകളുടെ കാര്യങ്ങൾ നോക്കുക കേട്ടോ. അപ്പോൾ ഇവിടെ വൃക്കയുമായിട്ട് ബന്ധപ്പെട്ട് ഓർത്തിരിക്കേണ്ടത് വൃക്കധമനിയാണ് എന്ത്? വൃക്കയിലേക്ക് രക്തം എത്തിക്കുന്നത്. ഇനി വൃക്കസിരയാണെങ്കിൽ നമ്മൾ പറഞ്ഞ പോലെ അരിക്കലിന് ശേഷമുള്ള വേസ്റ്റ് കാര്യങ്ങളൊക്കെ കൊണ്ടുപോകുന്നതാണ് നമ്മുടെ വൃക്കസിര എന്ന് പറയുന്നത്. പിന്നെ മൂത്രവാഹി എന്ന് പറയുന്നത് നമ്മുടെ എന്താ വൃക്കയിൽ നിന്ന് മൂത്രം കൊണ്ടുപോകുന്ന കുഴലാണ് മൂത്രവാഹി. ആ കൊണ്ടുപോയിട്ടുള്ള ഇത് വിസർജന വ്യവസ്ഥയിലെ വിസർജന വ്യവസ്ഥയിലെ ഏത് ഭാഗത്താണ് മൂത്രം ശേഖരിക്കുന്നതെന്ന് ചോദിച്ചാൽ മൂത്രാശയത്തിലാണ് മൂത്രം ശേഖരിക്കുന്നത്. അപ്പോൾ ഇത്രയാണ് നമ്മുടെ വൃക്കയായിട്ട് ബന്ധപ്പെട്ട പ്രധാനമായിട്ടുള്ള കാര്യങ്ങൾ. അപ്പോൾ ഈ പാർട്സ് ആയത് അരിപ്പ, നമ്മുടെ മനുഷ്യ ശരീരത്തിലെ അരിപ്പ എന്നറിയപ്പെടുന്ന വൃക്കയാണ്. വൃക്കയിലേക്ക് രക്തം എത്തിക്കുന്ന വൃക്കധമനിയാണ്. പിന്നെ അരിക്കലിന് ശേഷം വൃക്കസിരയിലൂടെയാണ് എന്ത്? യൂറിയ, ഗ്ലൂക്കോസ് അതെല്ലാം തിരിച്ചു പോകുന്നത്. ഇങ്ങനെ വൃക്കയിൽ അരിക്കലിന് വിധേയമായ രക്തത്തിലെ മാലിന്യങ്ങൾ മൂത്രത്തിലൂടെ പുറന്തള്ളപ്പെടുന്നുണ്ട്. വൃക്കയിൽ നിന്ന് മൂത്രം കൊണ്ടുപോകുന്ന കുഴലാണ് ഏത്? നമ്മുടെ മൂത്രവാഹി എന്നറിയപ്പെടുന്നത്. പിന്നെ ഈ വിസർജന വ്യവസ്ഥയിൽ ഏത് ഭാഗത്താണ് മൂത്രം ശേഖരിക്കുന്നതെന്ന് ചോദിച്ചാൽ മൂത്രാശയത്തിലാണ് ഈ മൂത്രമെല്ലാം ശേഖരിക്കുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ വൃക്കയായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ. ഓക്കെ, ഇങ്ങനെയാണെങ്കിൽ അടുത്തത് നോക്കിക്കേ. ഡോക്ടറിനോട് കൊച്ചു പറയാണ്, ഡോക്ടർ മൂത്രം ഒഴിക്കുമ്പോൾ എനിക്ക് പുകച്ചിലും വേദന അനുഭവപ്പെടുന്നു, കൂടാതെ അടിവയറ്റിലും വേദനയുണ്ട്. ഡോക്ടർ ഒന്ന് ആവശ്യത്തിന് വെള്ളം കുടിക്കാറില്ലേ? ഇടയ്ക്കിടയ്ക്ക് മൂത്രം ഒഴിക്കാറില്ലേ? ഇടയ്ക്കിടയ്ക്ക് മൂത്രം ഒഴിക്കേണ്ടി വരുമെന്നതിനാൽ ഞാൻ സ്കൂളിൽ പോയാൽ കുറച്ച് വെള്ളം മാത്രമേ കുടിക്കൂ, വീട്ടിൽ തിരിച്ചെത്തിയ മൂത്രം ഒഴിക്കും. നമ്മുടെ പിള്ളേരുടെ പ്രശ്നങ്ങളത്. നമ്മുടെ ഇപ്പോഴത്തെ സ്കൂളിലുള്ള പിള്ളേരുടെ പ്രശ്നങ്ങളാണ്. അവർക്ക് ടോയ്ലറ്റിൽ പോകാൻ മടിയായി, അല്ലെങ്കിൽ എപ്പോഴും ടോയ്ലറ്റിൽ പോകുമല്ലോ എന്ന് ഓർത്തുകൊണ്ട് വെള്ളം കുടിക്കാതിരിക്കും നിങ്ങൾ. പിന്നെ വീട്ടിൽ പോയിട്ടേ നിങ്ങൾ വെള്ളം കുടിക്കുകയുള്ളൂ. അപ്പോൾ നോക്കുമ്പോൾ എൻ്റെ അമ്മമാർ കൊടുത്തു വിടുന്ന കുപ്പി അതേപടി അത്രയും വെള്ളം തന്നെ കാണും തിരിച്ച് വീട്ടിൽ ചെല്ലുമ്പോഴും. അത് നിങ്ങൾക്ക് മടിയായി എപ്പോഴും ടോയ്ലറ്റിൽ പോകണമല്ലോ, അല്ലെങ്കിൽ ടീച്ചർമാരെ വഴക്ക് പറയല്ലോ എന്നൊക്കെ ഓർത്ത്. വൃക്കകൾ ശരിയായി പ്രവർത്തിക്കണമെങ്കിൽ ആവശ്യത്തിന് വെള്ളം കുടിക്കണം. ദീർഘനേരം മൂത്രം ഒഴിക്കാതിരുന്നാൽ മൂത്രവാഹിയിലും മൂത്രാശയത്തിലും രോഗാണുക്കൾ പെരുകി മൂത്രാശയ അണുബാധ ഉണ്ടാകും. നമ്മൾ ടീച്ചർമാരാണ് നമ്മൾ പിള്ളേരെ ടോയ്ലറ്റിൽ പോകാൻ ആവശ്യപ്പെടും, വിടണം എന്നും പറഞ്ഞ് എപ്പോഴും പോകുന്ന വേറെ വികൃതികളുണ്ട്. അവരെ വിടണമെന്നല്ല ഞാൻ ഉദ്ദേശിച്ചത്, അല്ലാതെ അർജൻറ്റായിട്ടുള്ളവരെല്ലാം നമ്മൾ വിടണം, അല്ലെങ്കിൽ അത് മൂത്രാശയ രോഗങ്ങൾക്കെല്ലാം കാരണമാകും. അപ്പോൾ നോക്കിക്കേ, നമ്മുടെ വൃക്ക പറയുന്നുണ്ട് എന്നെ സംരക്ഷിക്കൂ. മുമ്പേ ഹേർട്ട് പറഞ്ഞ പോലെ പുകവലിയും മദ്യപാനം ഉപേക്ഷിക്കണേ, ഉപ്പിൻ്റെ അമിത ഉപയോഗം കുറയ്ക്കണേ, അനാവശ്യമായ മരുന്നിൻ്റെ ഉപയോഗം കുറയ്ക്കണേ, ദിവസവും ഏകദേശം 12 ഗ്ലാസ് വെള്ളമെങ്കിലും കുടിക്കണേ, കൃത്രിമ പാനീയങ്ങളുടെ അമിതോപയോഗം ഒഴിവാക്കണേ, ദിവസവും വ്യായാമം ചെയ്യണേ. ഇതെല്ലാം കൊണ്ട് നമുക്ക് നമ്മുടെ വൃക്കയെ സംരക്ഷിക്കാൻ പറ്റും. ഇത് നോക്കിക്കേ, വൃക്ക മാറ്റിവെക്കൽ, കിഡ്നി ട്രാൻസ്പ്ലാന്റേഷൻ, നമ്മൾ മുമ്പേ ഹൃദയം മാറ്റിവെക്കൽ പറഞ്ഞില്ലായിരുന്നു, അതുപോലെ തന്നെ വൃക്ക മാറ്റിവെക്കലും ഉണ്ട്, കിഡ്നി ട്രാൻസ്പ്ലാന്റേഷൻ. പിന്നെ നമ്മൾ പറഞ്ഞു വൃക്കകളുടെ പ്രവർത്തനം തകരാറിലായ ഒരാളെ രക്ഷിക്കാൻ നമ്മൾ ഉള്ള മാർഗ്ഗമാണ് ഡയാലിസിസ് എന്നൊക്കെ പറയുന്നത് അല്ലേ. അതുപോലെ തന്നെ കിഡ്നി ട്രാൻസ്പ്ലാന്റേഷൻ ആരോഗ്യമുള്ള ദാതാവിൽ നിന്ന് ഒരു വൃക്ക എടുത്ത്, നമ്മൾ പറയുന്നത് നമുക്ക് 2 എണ്ണം ഉണ്ട്, ഒരു വൃക്ക എടുത്ത് 2 വൃക്കകളും തകരാറിലായ ഒരാളിലേക്ക് വെച്ച് പിടിപ്പിക്കുന്നതാണ് വൃക്ക മാറ്റിവെക്കൽ എന്ന് പറയുന്നത്. വൃക്ക സ്വീകരിക്കുന്ന വ്യക്തിയുടെയും നൽകുന്ന വ്യക്തിയുടെയും രക്തഗ്രൂപ്പ് ഉൾപ്പെടെയുള്ള പരിശോധനാ ഫലങ്ങൾ യോജിച്ചാൽ മാത്രമേ വൃക്ക മാറ്റിവെക്കൽ സാധ്യമാകൂ. 18 വയസ്സ് പൂർത്തിയായ ആരോഗ്യമുള്ള ഏതൊരാൾക്കും വൃക്കകളിലൊന്ന് ദാനം ചെയ്യാം. നമ്മൾ ഇടയ്ക്ക് ന്യൂസിൻ്റെ ഒക്കെ കാണാറുണ്ട് അല്ലേ, മകൾ അച്ഛന് കൊടുത്തു, അല്ലെങ്കിൽ അച്ഛൻ മകൾക്ക് കൊടുത്തു, അമ്മ മകന് കൊടുത്തു എന്നൊക്കെ പറഞ്ഞ് നമ്മൾ കാണാറുള്ളതാണ്. അപ്പോൾ നമുക്ക് 2 വൃക്കകളുണ്ട്. അപ്പോൾ ഓപ്പോസിറ്റുള്ള ആളുടെ ബ്ലഡ് ഗ്രൂപ്പുമായിട്ടെല്ലാം സാമ്യപ്പെട്ട് പോയെങ്കിൽ മാത്രമേ നമുക്ക് അങ്ങനെ വൃക്ക ഡൊണേറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. പിന്നെ 18 വയസ്സിൽ മുകളിലുള്ള ആൾക്കെ അങ്ങനെ വൃക്കകളിലൊന്നും ദാനം ചെയ്യാം എന്നും പറയുന്നത്. നോക്കിയാൽ മറ്റ് വിസർജന അവയവങ്ങൾ, ശരീരത്തിൽ നിന്ന് വിയർപ്പിലൂടെ എന്തെല്ലാം പുറത്തു പോകുന്നു? ജലം പുറത്തു പോകുന്നുണ്ട് അല്ലേ, നമ്മുടെ ശരീരത്തിലൂടെ വിയർപ്പിലൂടെയും പുറത്തു പോകുന്നുണ്ട്. നമ്മൾ പറഞ്ഞു ഇപ്പോൾ വിസർജന അവയവം, മനുഷ്യത്തിലെ ഏറ്റവും വലിയ വിസർജന അവയവം എന്ന് പറഞ്ഞാൽ വൃക്കയാണ്. അതുപോലെ തന്നെ മറ്റ് വിസർജന അവയവത്തിൽ പെടുന്നതാണ് ഏത്? നമ്മുടെ വിയർപ്പെന്ന് പറയുന്നത്. ഓക്കെ, ഇത് ത്വക്കിലെ സ്വേദഗ്രന്ഥികളാണ് വിയർപ്പ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ത്വക്ക് ഒരു വിസർജന അവയവമാണെന്നാണ് പറയുന്നത്. ശരീരത്തിൽ അധികമുള്ള ജലവും ലവണങ്ങളും വിയർപ്പിലൂടെ പുറത്തു പോകുന്നു. വിയർപ്പ് ബാഷ്പമായി മാറാൻ വേണ്ട താപം നമ്മുടെ ശരീരത്തിൽ നിന്ന് എടുക്കുന്നു. ഇങ്ങനെ നമ്മുടെ ശരീര താപനില ക്രമീകരിച്ചു നിർത്താൻ വിയർക്കൽ സഹായിക്കുന്നു. ശരീരത്തെ പൊതിഞ്ഞ് സൂക്ഷിക്കുക, സ്പർശം അറിയുക എന്നിവയും ത്വക്കിൻ്റെ ധർമ്മങ്ങളാണ്. അപ്പം നമ്മുടെ
വൃക്ക പോലെ തന്നെ വേറൊരു വിസർജന അവയവമാണ് ഏത്? നമ്മുടെ ത്വക്ക് എന്ന് പറയുന്നത്. അപ്പോൾ ത്വക്കിലൂടെ വിയർപ്പായിട്ട് നമ്മുടെ ശരീരത്തിൽ അധികമായിട്ടുള്ള ജലവും അല്ലെങ്കിൽ ലവണങ്ങളും എല്ലാം പുറത്ത് പോകുന്നത്. നമുക്കറിയാം, നമ്മൾ എന്തെങ്കിലും കുറച്ച് നേരം വെയിൽ കൊണ്ടാൽ അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും ഒരു പണി കൂടുതലായിട്ട് ചെയ്ത് കഴിയുമ്പോഴത്തേനൊക്കെ നമ്മൾ നന്നായിട്ട് വേർക്കാൻ തുടങ്ങും അല്ലേ? വേർക്കുമ്പോൾ എന്താ സംഭവിക്കുന്നത്? ഇതുപോലെ ജലം അല്ലെങ്കിൽ ലവണങ്ങൾ, അതായത് വേസ്റ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ പുറത്തേക്ക് പോകുന്നതാണ് ഈ ഒരു മാർഗത്തിലൂടെ, നമ്മുടെ ത്വക്കിലൂടെ വിയർപ്പായിട്ട് പോകുന്നത്. നമ്മൾ വൃക്കയിലൂടെയാണ് നമ്മൾ പറഞ്ഞു ആ അരിക്കലിനെല്ലാം ശേഷം മൂത്രാശയത്തിലൂടെ മൂത്രമായിട്ട് പുറത്തേക്ക് പോകുന്നു. അതുപോലെ തന്നെ നമ്മുടെ ശരീരത്തിലെ ത്വക്കിലൂടെ ഇത് വിയർപ്പായിട്ടും പുറത്തേക്ക് പോകുന്നുണ്ട്. ത്വക്കിലെ സൂക്ഷ്മ സുഷിരങ്ങളിലൂടെയാണ് സ്വേദഗ്രന്ഥിയിൽ നിന്ന് വിയർപ്പ് പുറത്തു വരുന്നത്. അപ്പോൾ ത്വക്കിലെ സൂക്ഷ്മ സുഷിരങ്ങളിലൂടെയാണ് സ്വേദഗ്രന്ഥിയിൽ നിന്ന് വിയർപ്പ് പുറത്തു പോകുന്നത്. അപ്പോൾ ത്വക്കിലെ സ്വേദഗ്രന്ഥികളാണ് എന്തുണ്ടാക്കുന്നത്? നമ്മുടെ വിയർപ്പ് ഉണ്ടാക്കുന്നത്. ഇവ ത്വക്കിൽ അടിഞ്ഞുകൂടിയ രോഗങ്ങളുണ്ടാകും. അതിനാൽ കുളിക്കുമ്പോൾ ത്വക്ക് നന്നായി വൃത്തിയാക്കേണ്ടതുണ്ട് അല്ലേ? നമുക്കറിയാം, നമ്മൾ പെട്ടെന്ന് വേർക്കുകയും ചെയ്യും. നമ്മളിങ്ങനെ ഫാനിൻ്റെ അടിയിലൊക്കെ ഇരുന്ന് വേർപ്പൊക്കെ മാറാൻ വേണ്ടി ഇരിക്കും. പക്ഷെ നമ്മൾ കുളിക്കുമ്പോഴൊക്കെ നല്ല വൃത്തിയായിട്ട് നമ്മുടെ ത്വക്ക്, നമ്മുടെ സ്കിൻ നന്നായിട്ട് നന്നായിട്ട് വൃത്തിയായിട്ട് സൂക്ഷിക്കണം അല്ലേ? അപ്പോൾ ത്വക്കിലെ സ്വേദഗ്രന്ഥികളാണ് വിയർപ്പുണ്ടാക്കുന്നത്. അതുപോലെ തന്നെ ത്വക്കിലെ സൂക്ഷ്മ സുഷിരങ്ങളിലൂടെയാണ് സ്വേദഗ്രന്ഥിയിൽ നിന്ന് വിയർപ്പ് പുറത്തു വരുന്നത്. അപ്പോൾ ത്വക്കെന്ന് പറയുന്നത് എന്താണ്? ഒരു വിസർജന അവയവമാണെന്ന് ഓർക്കുക. ഇവിടെ താഴെ പറയുന്നുണ്ട്, വൃക്ക, ത്വക്ക് എന്നിവ കൂടാതെ ശ്വാസകോശം, കരൾ എന്നിവയ്ക്കും വിസർജന പ്രക്രിയയിൽ പങ്കുണ്ട്. അപ്പോൾ ഈ 4 വിസർജന അവയവങ്ങളായിട്ട് കണക്കാക്കാവുന്നതാണ്. ഏതൊക്കെ? വൃക്കയുണ്ട്, ത്വക്കുണ്ട്, ശ്വാസകോശമുണ്ട്, കരളുമുണ്ട്. ഈ 4 വിസർജന അവയവങ്ങളിൽ ഉൾപ്പെടുത്താവുന്നതാണ് കേട്ടോ. ഈ ചാപ്റ്ററിൻ്റെ ലാസ്റ്റ് വരുന്ന ക്വസ്റ്റ്യനകത്തുണ്ട് 4 ഓപ്ഷൻസ് തന്നിട്ട് ഇതിൽ വിസർജന അവയവമായി കണക്കാക്കാൻ പറ്റാത്ത അല്ലെങ്കിൽ വിസർജന അവയവം അല്ലാത്ത ഏതെന്ന് പറഞ്ഞ് ക്വസ്റ്റ്യൻ വന്നിട്ട്. അപ്പോൾ ഈ 4 ഓർത്തിരിക്കണം. വൃക്ക, ത്വക്ക്, ശ്വാസകോശം, കരൾ, ഇതെല്ലാം ഇതിൻ്റെ അകത്ത് പെടുന്നതാണ്. വിസർജന അവയവം എന്ന ഇതിൻ്റെ അകത്ത് പെടുന്നതാണ് കേട്ടോ. അപ്പോൾ ആ 4 പേര് ഓർത്തിരിക്കണേ. വൃക്ക, ത്വക്ക്, ശ്വാസകോശം, കരൾ എന്നിവയ്ക്കും വിസർജന പ്രക്രിയയിൽ പങ്കുണ്ട്. വൃക്ക, ത്വക്ക്, ശ്വാസകോശം, കരൾ. നോക്കിക്കേ, ഈ 2 ബോക്സും ഇമ്പോർട്ടൻ്റ് ആണ്. കരളിനെ കുറിച്ച് നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞായിരുന്നു, നമ്മുടെ ദഹനത്തിൻ്റെ കാര്യമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട്. ഇനി ശ്വാസകോശം നമ്മൾ പറഞ്ഞതാണ്. ശ്വാസകോശം നോക്കിക്കേ, എന്തുകൊണ്ടാണ് വിസർജനാവയവം എന്ന് പറയുന്നതിൻ്റെ കാരണം നമ്മൾ നോക്കാൻ പോകുന്നത്. കോശങ്ങളിൽ നിന്ന് എത്തിച്ചേരുന്ന കാർബൺ ഡൈ ഓക്സൈഡ് പുറന്തള്ളുന്നു അല്ലേ? നമുക്ക് ആവശ്യമായിട്ടില്ലാത്ത ഒരു, അതായത് ഓക്സിജനെ നമ്മൾ അകത്തേക്ക് വലിക്കുന്നു, കാർബൺ ഡൈ ഓക്സൈഡ് പുറത്തേക്ക് തള്ളുന്നു. അപ്പം കോശങ്ങളിൽ നിന്ന് എത്തിച്ചേരുന്ന കാർബൺ ഡൈ ഓക്സൈഡിനെ പുറന്തള്ളുന്നതാണ് ആര്? നമ്മുടെ ലങ്സ് എന്ന് പറയുന്നത്. അടുത്ത ആളാണ് നമ്മുടെ കരൾ. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ ഗ്രന്ഥിയാണ് കരൾ. അപ്പം മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ ഗ്രന്ഥി ഏതാ? കരളാണ്. രക്തത്തിലൂടെ എത്തുന്ന ഹാനികരമായ രാസവസ്തുക്കളെ ഇത് നശിപ്പിക്കുന്നു. കൂടാതെ കൊഴുപ്പിനെ ദഹിപ്പിക്കാൻ ആവശ്യമായ പിത്തരസം ഉൽപ്പാദിപ്പിക്കുന്നു. നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞായിരുന്നു അല്ലേ? കരൾ ഉൽപ്പാദിപ്പിക്കുന്നതാണ് പിത്തരസം. പിന്നെ വേറൊരാളുടെയും കൂടെ പറഞ്ഞായിരുന്നു, പാൻക്രിയാസ്, ആഗ്നേയ ഗ്രന്ഥി ഉൽപ്പാദിപ്പിക്കുന്ന ആഗ്നേയ രസം എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പറഞ്ഞായിരുന്നു അല്ലേ? അപ്പോൾ കൊഴുപ്പിനെ ദഹിപ്പിക്കാൻ ആവശ്യമായിട്ടുള്ള പിത്തരസം ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. പോഷക ഘടകങ്ങൾ വിഘടിക്കുമ്പോൾ ശരീരത്തിന് ഹാനികരമായ അമോണിയ ഉണ്ടാകുന്നു. ഇതിനെ താരതമ്യേന ഹാനികരമല്ലാത്ത യൂറിയയാക്കി മാറ്റുന്നതും കരളാണ്. അപ്പം നമ്മുടെ ശരീരത്തിലെ അമോണിയനെ യൂറിയയാക്കി മാറ്റുന്ന ആരാണ്? നമ്മുടെ ലിവറാണ്, കരളാണ്. അപ്പം ഇതുകൊണ്ടാണ് ഇത് വിസർജന അവയവമാണെന്ന് പറയാൻ കാരണം. അതായത് മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ ഗ്രന്ഥിയാണ് കരൾ. അതുപോലെ തന്നെ നമ്മുടെ രക്തത്തിലൂടെ എത്തുന്ന ഹാനികരമായിട്ടുള്ള രാസവസ്തുക്കളെ നശിപ്പിക്കുന്നു. കൊഴുപ്പിനെ ദഹിപ്പിക്കാൻ ആവശ്യമായിട്ടുള്ള പിത്തരസം ഉൽപ്പാദിപ്പിക്കുന്നു. പിന്നെന്താ? അമോണിയ ഉണ്ടാവുന്നുണ്ട്. നമ്മുടെ ശരീരത്തിൽ പോഷകഘടകങ്ങൾ വിഘടിക്കുമ്പോൾ ശരീരത്തിന് ഹാനികരമായിട്ടുള്ള അമോണിയ ഉണ്ടാവുന്നുണ്ട്. അതിനെ ഹാനികരമല്ലാത്ത യൂറിയയാക്കി മാറ്റുന്നുണ്ട് ആര്? നമ്മുടെ കരൾ. ശ്വാസകോശമാണെങ്കിൽ എന്താ? കാർബൺ ഡൈ ഓക്സൈഡിനെ പുറന്തള്ളുന്നു അല്ലേ? കോശങ്ങളിൽ എത്തിച്ചേരുന്ന കാർബൺ ഡൈ ഓക്സൈഡിനെ പുറന്തള്ളുന്നു. കരളാണെങ്കിൽ അമോണിയനെ യൂറിയയാക്കി മാറ്റുന്നുണ്ട്. അതുപോലെ തന്നെ പിത്തരസം ഉൽപ്പാദിപ്പിക്കുന്നത്, അതായത് കൊഴുപ്പിനെ ദഹിപ്പിക്കാൻ ആവശ്യമായിട്ടുള്ള പിത്തരസം ഉൽപ്പാദിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പം നമ്മൾ പറഞ്ഞു, നമ്മുടെ വൃക്ക, ത്വക്ക്,
വൃക്കയുടെയും ത്വക്കിൻ്റെ കാര്യം നമ്മൾ ഓൾറെഡി പറഞ്ഞു. അതെന്തുകൊണ്ടാണ് വിസർജന അവയവമാണെന്ന് പറയുന്നതിന് കാരണം നമ്മൾ പറഞ്ഞു. ബാക്കിയുള്ള 2 പേരാണ് നമ്മുടെ ശ്വാസകോശവും കരളും. ഈ 4 പേരും വിസർജന അവയവങ്ങളായിട്ട് കണക്കാക്കപ്പെടുന്ന 4 പേരാണ്. അപ്പം അവരുടെ കാര്യങ്ങൾ ഓർത്തിരിക്കണം കേട്ടോ. ശ്വാസകോശവും കരളും കിട്ടിയോ? നോക്കിക്കേ, കോശങ്ങളിൽ ഉണ്ടാകുന്ന കാർബൺ ഡൈ ഓക്സൈഡിനെ പുറന്തള്ളുന്ന അവയവം ഏതാ കോശങ്ങളിൽ ഉണ്ടാകുന്ന കാർബൺ ഡൈ ഓക്സൈഡിനെ പുറന്തള്ളുന്നേ? ആരാ? വൃക്കയാണോ, ത്വക്കാണോ, ശ്വാസകോശമാണോ? ശ്വാസകോശം അല്ലേ, നമ്മുടെ ലങ്സ് ആണ്. ഞാൻ ലങ്സ് എന്ന് എഴുതുക കേട്ടോ. നമ്മുടെ ലങ്സ് ആണ് കാർബൺ ഡൈ ഓക്സൈഡിനെ പുറന്തള്ളുന്നത്. ഇനി മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ ഗ്രന്ഥി ഏതാ? നമ്മുടെ ലിവർ അല്ലേ, നമ്മുടെ കരളാണ് മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ ഗ്രന്ഥി. കരൾ ഉൽപ്പാദിപ്പിക്കുന്ന രാസപദാർത്ഥം ഏതാ? കരൾ ഉൽപ്പാദിപ്പിക്കുന്ന രാസപദാർത്ഥം ഏതാ? കരൾ ഉൽപ്പാദിപ്പിക്കുന്ന രാസപദാർത്ഥം നമ്മുടെ പിത്തരസം എന്ന് പറയുന്നതാണ് കരൾ ഉൽപ്പാദിപ്പിക്കുന്നത്. പിന്നെ കരളിലെ ധർമ്മങ്ങൾ നമ്മൾ പറഞ്ഞു. രാസവസ്തുക്കളെ നശിപ്പിക്കുന്നുണ്ട്, പിത്തരസം ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്, അമോണിയ ഉണ്ടാകുന്നതിനെ എന്താക്കി മാറ്റുന്നു? യൂറിയ ആക്കി മാറ്റുന്നുണ്ട്. അപ്പം ഈ ബോക്സും അതിൻ്റെ താഴെയുള്ള ക്വസ്റ്റ്യൻസും കാര്യങ്ങളും കൂടെ നിങ്ങൾ നോക്കണം കേട്ടോ. ടെക്സ്റ്റ് നിങ്ങൾ ക്ലാസ് കഴിയുമ്പോൾ ടെക്സ്റ്റ് വായിക്കുന്നുണ്ടെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പം നിങ്ങൾ ടെക്സ്റ്റ് ഉറപ്പായിട്ടും വായിച്ചിരിക്കണം. ക്ലാസ് കഴിഞ്ഞ് ജസ്റ്റ് നോട്ട് മാത്രം ഇങ്ങനെ എഴുതി പോകാതെ, അല്ലെങ്കിൽ പിന്നെ ക്ലാസ് കൂടിയിട്ട് നോട്ട് മാത്രം എഴുതി പോകാതെ ടെക്സ്റ്റും കൂടെ വായിക്കാൻ നിങ്ങൾ നോക്കണം കേട്ടോ. ഇനി അപ്പോൾ നമ്മൾ നമ്മുടെ രക്തപര്യന വ്യവസ്ഥ കണ്ടു, എക്സ്ക്രീറ്ററി സിസ്റ്റം കണ്ടു, അതായത് വിസർജന വ്യവസ്ഥ കണ്ടു. ഇനി 3-ാമത്തെ ആളാണ് നമ്മുടെ നെർവസ് സിസ്റ്റം, നാഡീ വ്യവസ്ഥ. നമ്മുടെ ശരീരത്തിൽ വിവിധ അവയവങ്ങളുണ്ടല്ലോ. നമ്മൾ ജോലി ചെയ്യുമ്പോൾ ഒരു അവയവം മാത്രമാണ് പ്രവർത്തിക്കുന്നത്. കയ്യിൽ നിന്നൊരു പേന താഴെ വീണു എന്ന് വിചാരിക്കൂ. അതെടുക്കുമ്പോൾ ഏതെല്ലാം അവയവങ്ങൾ പ്രവർത്തിക്കാറുണ്ട് നോക്കാം. ശരീരത്തിലെ വിവിധ അവയവങ്ങളുടെ ഏകോപനത്തിലൂടെയാണല്ലോ എല്ലാ ശാരീരിക പ്രവർത്തനങ്ങളും സാധ്യമാകുന്നത്. നിങ്ങളുടെ കണ്ണിന് നേരെ ഒരു പ്രാണി പറന്നു വന്നാൽ പെട്ടെന്ന് കണ്ണടക്കില്ലേ? കണ്ണിന് നേർക്ക് ടോർച്ച് പ്രകാശിപ്പിച്ചാലോ? ഇതുപോലെ തന്നെ അല്ലേ? അങ്ങനെയാണെങ്കിൽ നമുക്ക് നമ്മുടെ നാഡീ വ്യവസ്ഥ നോക്കാം. നമ്മുടെ വിസർജന വ്യവസ്ഥ, അല്ലെങ്കിൽ നമ്മൾ ആദ്യം കണ്ട നമ്മുടെ രക്തപര്യന വ്യവസ്ഥ അല്ലേ? രക്തപര്യന വ്യവസ്ഥയാണെങ്കിൽ എന്തൊക്കെയായിരുന്നു? ബ്ലഡ് വെസൽസ്, ഹാർട്ട്. നമ്മുടെ വിസർജന വ്യവസ്ഥയാണെങ്കിൽ അതിലാരൊക്കെയായിരുന്നു? വൃക്ക, ത്വക്ക്, ശ്വാസകോശം, കരൾ. അങ്ങനെ ഓരോ വ്യവസ്ഥയ്ക്കകത്ത് ഓരോരുത്തരുണ്ട്. ഓരോരുത്തരല്ല, 2-3 ആൾക്കാരുണ്ട്. ഇനി അടുത്താണ് നമ്മുടെ നെർവസ് സിസ്റ്റം അല്ലെങ്കിൽ നാഡീ വ്യവസ്ഥ. സാഹചര്യങ്ങൾക്കനുസരിച്ച് പ്രതികരിക്കാൻ നമ്മെ സഹായിക്കുന്നത് നാഡീ വ്യവസ്ഥയാണ്. മസ്തിഷ്കം അഥവാ തലച്ചോറ്, സുഷുമ്ന നാഡികൾ എന്നിവ ചേർന്നതാണ് നാഡീ വ്യവസ്ഥ. അപ്പം നമ്മുടെ നെർവസ് സിസ്റ്റത്തിൻ്റെ അകത്തുള്ളത് ആരൊക്കെയാ? തലച്ചോറും ഉണ്ട്, സുഷുമ്ന നാഡികളുണ്ട്. എന്നിവ ചേർന്നാണ് നമ്മുടെ നെർവസ് സിസ്റ്റം എന്ന് പറയുന്നത്. അപ്പം ശരീരത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട അവയവമാണ് ഏത്? മസ്തിഷ്കം എന്ന് പറയുന്നത്. മസ്തിഷ്കം തലയോട്ടിക്കുള്ളിൽ സംരക്ഷിക്കപ്പെട്ടിരിക്കുന്നു. വിവിധ പേശികളുടെ ചലനത്തെ നിയന്ത്രിക്കുക, ശരീരത്തിലെ പ്രവർത്തനങ്ങളെല്ലാം ഏകോപിപ്പിച്ച് വിവിധ കോശങ്ങൾക്ക് വേണ്ട മാർഗനിർദ്ദേശങ്ങൾ നൽകുക തുടങ്ങിയവ മസ്തിഷ്കത്തിൻ്റെ പ്രധാന പ്രവർത്തനങ്ങളാണ്. അപ്പം മസ്തിഷ്കത്തിൻ്റെ നിങ്ങളിതിൻ്റെ സ്ക്രീൻഷോട്ട് എടുക്കുന്നതായിരിക്കും കുറച്ചുകൂടെ നല്ലത് കേട്ടോ. ടെക്സ്റ്റ് വായിക്കണം. നിങ്ങൾക്ക് ഇത്രയും വലിയൊരു പാരഗ്രാഫ് ആയതുകൊണ്ട് നിങ്ങൾ അതിൻ്റെ സ്ക്രീൻഷോട്ട് എടുക്കുന്നതായിരിക്കും കുറച്ചുകൂടെ നല്ലത്. അപ്പോൾ നോക്കിക്കേ, മസ്തിഷ്കത്തിൻ്റെ പ്രധാന പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണ്? വിവിധ പേശികളുടെ ചലനത്തെ നിയന്ത്രിക്കുക, നമ്മുടെ കൈ അനങ്ങുന്ന, കാലനങ്ങുന്ന, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നിയന്ത്രിക്കുക, ശരീരത്തിലെ പ്രവർത്തനങ്ങളെല്ലാം ഏകോപിപ്പിച്ച് വിവിധ കോശങ്ങൾക്ക് വേണ്ട മാർഗനിർദ്ദേശങ്ങൾ നൽകുക തുടങ്ങിയവ മസ്തിഷ്കത്തിൻ്റെ പ്രധാന പ്രവർത്തനങ്ങളാണ്. കാഴ്ച, കേൾവി, ഓർമ്മ, ഭാവന, വികാരങ്ങൾ, ബുദ്ധി എന്നിവയുടെ എല്ലാം കേന്ദ്രം ആരാണ്? നമ്മുടെ മസ്തിഷ്കമാണ്. ഏറ്റവും ആധുനിക കമ്പ്യൂട്ടർ പോലും കാര്യക്ഷമതയിൽ മനുഷ്യ മസ്തിഷ്കത്തിൻ്റെ പിന്നിലാണ്. മുൻകൂട്ടി തയ്യാറാക്കിയ സോഫ്റ്റ്വെയർ അനുസരിച്ച് പ്രവർത്തിക്കാനുള്ള കഴിവ് മാത്രമാണ് കമ്പ്യൂട്ടറിനുള്ളത്. എന്നാൽ മസ്തിഷ്കത്തിനാകട്ടെ ചുറ്റുപാടിനോട് പ്രതികരിക്കാനും പുതിയ കാര്യങ്ങൾ പഠിക്കാനും സങ്കല്പിക്കാനും കഴിയും. ഉണർന്നിരിക്കുമ്പോൾ മാത്രമല്ല, ഉറങ്ങുമ്പോഴും മസ്തിഷ്കത്തിൽ പ്രവർത്തനങ്ങൾ നടക്കുന്നു. എല്ലാ ശാരീരിക പ്രവർത്തനങ്ങളെയും നിയന്ത്രിക്കുകയും ഏകോപിപ്പിക്കുകയും ചെയ്യുന്നത് എന്താണ്? നമ്മുടെ നെർവസ് സിസ്റ്റമാണ്. മദ്യം, മയക്കുമരുന്ന് എന്നിവയുടെ ഉപയോഗം നാഡീവ്യവസ്ഥയുടെ പ്രവർത്തനത്തെ സാരമായി ബാധിക്കും. അപ്പോൾ ഈ ഒരു പാരഗ്രാഫിൻ്റെ അല്ലെങ്കിൽ ഈ ഒരു ബോക്സിൻ്റെ അകത്ത് പ്രധാനമായിട്ട് നോക്കേണ്ട നാഡീവ്യവസ്ഥയിലുള്ള പാർട്സ് എന്തൊക്കെയാണ്? മസ്തിഷ്കമുണ്ട്, സുഷുമ്നയുണ്ട്, നാഡികളുണ്ട്. ഇതെല്ലാം എന്തുവാണ്? നാഡീവ്യവസ്ഥയ്ക്കകത്തുള്ളതാണ്. പിന്നെ നാഡീവ്യവസ്ഥയുടെ പ്രധാന ധർമ്മങ്ങൾ എന്താ? എല്ലാ ശാരീരിക പ്രവർത്തനങ്ങളെയും നിയന്ത്രിക്കുകയും ചെയ്യുന്നുണ്ട്,
ഏകോപിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. അത്രയും കാര്യങ്ങൾ ഓർത്തിരിക്കുക കേട്ടോ. ഇത് ഈ ഒരു പോയിന്റ്, എല്ലാ ശാരീരിക പ്രവർത്തനങ്ങളെയും നിയന്ത്രിക്കുകയും ചെയ്യുന്നുണ്ട്, ഏകോപിപ്പിക്കുകയും ചെയ്യുന്ന എന്താണ്? നമ്മുടെ നെർവസ് സിസ്റ്റമാണ്, നാഡീവ്യവസ്ഥയാണ് ഈ കാര്യങ്ങൾ ചെയ്യുന്നത്. പിന്നെ നമ്മൾ മുമ്പേ പറഞ്ഞ പോലെ പേശികളുടെ ചലനത്തെ നിയന്ത്രിക്കുക, ശരീരത്തിലെ പ്രവർത്തനങ്ങളെല്ലാം ഏകോപിപ്പിച്ച് വിവിധ കോശങ്ങൾക്ക് വേണ്ട മാർഗനിർദ്ദേശങ്ങൾ നൽകുക തുടങ്ങിയവ മസ്തിഷ്കത്തിൻ്റെ പ്രധാന ധർമ്മങ്ങളാണ്. പിന്നെ മസ്തിഷ്കം എവിടെയാണുള്ളത്? തലയോട്ടിക്കുള്ളിലാണ് സംരക്ഷിക്കപ്പെട്ടിരിക്കുന്നത്. മസ്തിഷ്കം എവിടെ ഇരിക്കുന്നത്? തലയോട്ടിക്കുള്ളിലാണ് സംരക്ഷിക്കപ്പെട്ടിരിക്കുന്നത്. അതെ, ഇവിടെ ചോദിച്ചിട്ടുണ്ട് മസ്തിഷ്കത്തിൻ്റെ പ്രധാന ധർമ്മങ്ങൾ ഏതെല്ലാം? മസ്തിഷ്കത്തിൻ്റെ പ്രധാന ധർമ്മങ്ങളാണ് ഇത്. ഏതൊക്കെ? വിവിധ പേശികളുടെ ചലനത്തെ നിയന്ത്രിക്കുക, ശരീരത്തിലെ പ്രവർത്തനങ്ങളെല്ലാം ഏകോപിപ്പിച്ച് വിവിധ കോശങ്ങൾക്ക് വേണ്ട മാർഗനിർദ്ദേശങ്ങൾ നൽകുക. ഇതെല്ലാം എന്താണ്? നമ്മുടെ മസ്തിഷ്കത്തിൻ്റെ പ്രധാന ധർമ്മങ്ങളാണ്. മസ്തിഷ്കം സംരക്ഷിക്കപ്പെട്ടിരിക്കുന്ന കവചത്തിൻ്റെ പേരെന്ത്? എന്തുവാ മസ്തിഷ്കം സംരക്ഷിക്കപ്പെട്ടിരിക്കുന്ന കവചത്തിൻ്റെ പേര്? എന്നാ? നമുക്ക് എല്ലാവർക്കും ഉള്ളൊരു സാധനം മസ്തിഷ്കത്തിന് എന്താ? അതിനെ സംരക്ഷിക്കുന്ന സാധനം എന്താ? മസ്തിഷ്കത്തിനെ പൊതിഞ്ഞിരിക്കുന്നത് നല്ല കട്ടിയുള്ള നല്ല ബലമുള്ള സാധനം. ഇപ്പം പറഞ്ഞോളൂ, എന്നാ മസ്തിഷ്കത്തിൻ്റെ സംരക്ഷിക്കപ്പെട്ടിരിക്കുന്ന കവചം? അയ്യോ, പെട്ടെന്ന് മറന്നുപോയോ? എന്തോ? നമ്മുടെ ഞാൻ കേട്ടില്ല. അയ്യോ, എന്താ പറഞ്ഞേ? ഹലോ, ഞാൻ കേൾക്കാത്താണോ? എന്നോടാ പറഞ്ഞേ? അയ്യോ, ഞാൻ കേട്ടില്ല കേട്ടോ. എന്തോ മൈക്ക് ഓണാക്കി എന്തോ പറയുന്നത് ഞാൻ കേട്ടു. എന്നാ പറഞ്ഞേ? തലയോട്ടിന്നാണോ പറഞ്ഞേ? ആണോ? ആ, ക്രേനിയം. ആ, ഓക്കെ ഓക്കെ. അത് മസ്തിഷ്കം സംരക്ഷിക്കപ്പെട്ടിരിക്കുന്ന കവചത്തിൻ്റെ പേരാണ് എന്ത്? നമ്മുടെ തലയോട്ടിക്കുള്ളിൽ. മസ്തിഷ്കം തലയോട്ടിക്കുള്ളിലാണ് സംരക്ഷിക്കപ്പെട്ടിരിക്കുന്നത് നമ്മൾ പറഞ്ഞു. പിന്നെ നാഡീവ്യവസ്ഥയുടെ പ്രധാന ഭാഗങ്ങളാണ് ഏത്? നമ്മൾ പറഞ്ഞു ഏതൊക്കെയായിരുന്നു? നമ്മുടെ തലച്ചോറ് അല്ലെങ്കിൽ സുഷുമ്ന നാഡികൾ എന്നിവ ചേർന്നതാണ് നമ്മുടെ നാഡീവ്യവസ്ഥയുടെ പ്രധാന ഭാഗങ്ങൾ. അപ്പോൾ നമ്മൾ മുമ്പേ തൊട്ട്, അതായത് ഞാൻ പറഞ്ഞായിരുന്നു നെർവസ് സിസ്റ്റം, പിന്നെ നമ്മുടെ എക്സ്ക്രീറ്ററി സിസ്റ്റം, പിന്നെ നമ്മുടെ ആദ്യത്തെ നമ്മുടെ രക്തപര്യന വ്യവസ്ഥ, സർക്കുലേറ്ററി സിസ്റ്റം, ഇതെല്ലാം കഴിഞ്ഞപ്പോൾ ഇതിൻ്റെ അകത്ത് മെയിനായിട്ട് കുറച്ച് ക്വസ്റ്റ്യൻസ് കൂടെ കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ക്വസ്റ്റ്യൻസുകൾ നിങ്ങൾ നോക്കണം. ഉറപ്പായിട്ട് ടെക്സ്റ്റ് വായിക്കുമ്പോൾ ആ ക്വസ്റ്റ്യനുകളും അതിൻ്റെ ആൻസേഴ്സ് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. ഇപ്പോൾ നമ്മൾ പറഞ്ഞു പോയപ്പോൾ ഓക്കെ നിങ്ങൾക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ തന്നെ എടുത്ത് വെച്ചിട്ട് നോക്കണം ഇതിൻ്റെ ഉത്തരങ്ങൾ നിങ്ങൾക്ക് കിട്ടുന്നുണ്ടോ എന്ന് നോക്കണം കേട്ടോ. എന്നുവെച്ചാൽ ഈ പുതിയ ടെക്സ്റ്റ് മാറി വന്നപ്പോഴാണ് ഇങ്ങനത്തെ കുറച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെ ആഡ് ചെയ്ത് ഇങ്ങനെ വന്നത്. പഴയ ടെക്സ്റ്റ് ബുക്കിൽ അങ്ങനെ ഇല്ല. അപ്പോൾ നിങ്ങൾ ഈ ക്വസ്റ്റ്യൻസ് വരുന്ന കാര്യങ്ങളൊക്കെ നോക്കണം, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി കൗമാരപ്രായത്തിലെ കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. നമുക്കറിയാം പെൺകുട്ടികൾക്കാണെങ്കിലും ആൺകുട്ടികൾക്കാണെങ്കിലും എന്താ കൗമാരപ്രായം എത്തുമ്പോഴത്തേനും അവരുടെ ബോഡി സ്ട്രക്ചറിലായിക്കോട്ടെ സൗണ്ടിൻ്റെ കാര്യത്തിലായിക്കോട്ടെ വളരെയധികം മാറ്റങ്ങൾ വരും. അപ്പോൾ ആ ഒരു കാര്യങ്ങളാണ് തന്നിരിക്കുന്നത്. ശാരീരിക മാറ്റങ്ങൾ ആൺകുട്ടികൾക്കാണെങ്കിൽ വളർച്ച ത്വരിതപ്പെടുന്നു, പ്രത്യുൽപാദന അവയവങ്ങളുടെ വളർച്ച വേഗത്തിലാകുന്നു, ജനനേന്ദ്രിയ ഭാഗം, കക്ഷം, മാരടം, മുഖം എന്നീ ശരീരഭാഗങ്ങളിൽ രോമങ്ങൾ വളരുന്നു, ശബ്ദത്തിന് ഗാംഭീര്യം കൂടുന്നു, ബീജോൽപാദനം ആരംഭിക്കുന്നു. പെൺകുട്ടികൾക്കാണെങ്കിൽ വളർച്ച ത്വരിതപ്പെടുന്നു, പ്രത്യുൽപാദന അവയവങ്ങൾ, സ്തനം എന്നിവയുടെ വളർച്ച വേഗത്തിലാകുന്നു, ജനനേന്ദ്രിയ ഭാഗത്തും കക്ഷത്തിലും രോമങ്ങൾ വളരുന്നു, ശബ്ദ സൗകുമാര്യം കൂടുന്നു, അണ്ടോത്സർജനം തുടങ്ങുന്നു, ആർത്തവം ആരംഭിക്കുന്നു. അപ്പോൾ ഇത് കൗമാരഘട്ടത്തിലെ ശാരീരിക മാറ്റങ്ങൾ ജസ്റ്റ് പറഞ്ഞിട്ടുണ്ടെന്നേ ഉള്ളൂ. അതിനെപ്പറ്റി അങ്ങനെ കൂടുതലായിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒന്നുമില്ല. ഇത് കാരണം ഇത് നമ്മുടെ സ്കൂൾ ടെക്സ്റ്റ് അല്ലേ, അപ്പം സ്കൂളിലെ പിള്ളേർക്ക് പഠിക്കാൻ എന്ന രീതിയിൽ കൊടുത്തിരിക്കുന്ന ടോപ്പിക്കുകളാണ്. അടുത്ത നമ്മുടെ മെൻസ്ട്രേഷൻ, ആർത്തവം. എല്ലാ മാസവും പ്രത്യുൽപാദനത്തിനുള്ള പല ഒരുക്കങ്ങളും ഒരു സ്ത്രീയുടെ ഗർഭാശയത്തിൽ നടക്കുന്നുണ്ട്. ഗർഭാശയത്തിൻ്റെ ആന്തരപാളിയിൽ ധാരാളം രക്തലോമികളും കലകളും രൂപപ്പെടുന്നു. എന്നാൽ ഗർഭധാരണം നടക്കാതെ വന്നാൽ ഈ ഒരുക്കങ്ങൾ വെറുതെയാകുന്നു. അപ്പോൾ പുതിയതായി രൂപപ്പെട്ട രക്തലോമികൾ പൊട്ടും. രക്തലോമികളും മറ്റു കലകളും ഗർഭാശയ ഭിത്തിയിൽ നിന്ന് അടർന്നു മാറുകയും രക്തത്തോടൊപ്പം ഇവയെല്ലാം ശരീരത്തിൽ നിന്ന് പുറന്തള്ളപ്പെടുകയും ചെയ്യുന്നു. ഈ പ്രക്രിയയാണ് ആർത്തവം. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളാണ് മെൻസ്ട്രേഷൻ. ഇപ്പോഴത്തെ ബോയ്സിനായിക്കോട്ടെ ഗേൾസിനായിക്കോട്ടെ എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളാണ് മെൻസ്ട്രേഷൻ എന്ന് പറയുന്ന കാര്യങ്ങൾ. ഇത് 7 ദിവസം വരെ നീണ്ടു നിന്നേക്കാം. ആർത്തവത്തിന് മുന്നോടിയായും ആർത്തവ സമയത്തും കലശലായ അടിവയർ വേദന, ഛർദി, നടുവേദന, കാലിന് കഴപ്പ് തുടങ്ങിയ ലക്ഷണങ്ങൾ ചിലർക്ക് അനുഭവപ്പെടാറുണ്ട്. ചിലർക്ക് അമിത ദേഷ്യം, ഉത്കണ്ഠ എന്നിവയും ഉണ്ടായേക്കാം. ആർത്തവം ഏകദേശം ഓരോ 28 ദിവസം കൂടുമ്പോഴും ഉണ്ടാകേണ്ട ഒരു ശാരീരിക പ്രക്രിയയാണ്. ഇതിൽ ചെറിയ തോതിൽ ഏറ്റക്കുറച്ചിൽ ഉണ്ടാവാം. ആർത്തവം കൃത്യമായി ഉണ്ടായില്ലെങ്കിൽ ഡോക്ടറിനെ സമീപിക്കേണ്ടതാണ്. മെൻസ്ട്രേഷൻ്റെ കാര്യങ്ങൾ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളാണ് പൊതുവെ. അപ്പോൾ ജസ്റ്റ് ഈ ഒരു ടോപ്പിക്കിനകത്ത് വന്നുകൊണ്ട് ഞാനത് പറഞ്ഞതാണ്. പിന്നെ ആർത്തവ ശുചിത്വം എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യേണ്ടതാണ്, അത് പെൺകുട്ടികളെ സംബന്ധിച്ചിടത്തോളമാണ്. എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാൻ പാടുണ്ട് പാടില്ല അതൊക്കെ നമുക്കറിയാവുന്നതാണ്.
പിന്നെയുള്ളതാണ് മെൻസ്ട്രൽ കപ്പ്. നമുക്കറിയാം, നമുക്ക് പാടി യൂസ് ചെയ്യുന്ന പോലെ തന്നെ നമ്മൾ ഉപയോഗിക്കുന്നതാണ് മെൻസ്ട്രൽ കപ്പ്. ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നില്ല, ജസ്റ്റ് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കോമൺ ആയിട്ടുള്ള കാര്യമാണ്. ഓക്കെ, ഇനി കൗമാരകാലത്തെ ഭക്ഷണം, എന്തൊക്കെ കാര്യങ്ങൾ കഴിക്കാൻ പാടുണ്ട്, അല്ലെങ്കിൽ നമുക്ക് എന്തിനോടൊക്കെ പ്രിയം കൂടാം, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിരിക്കുന്നത്. കൗമാരകാലത്ത് ശരീര വളർച്ച ദ്രുതഗതിയിലാണ്. ആർത്തവകാലത്ത് പെൺകുട്ടികൾക്ക് ശരാശരി 0.6 ലിറ്റർ രക്തം നഷ്ടപ്പെടുന്നു, അല്ലേ? നമുക്കറിയാം 5 ലിറ്ററാണ് നമ്മുടെ ആരോഗ്യമുള്ള ഒരാളുടെ മേത്തുള്ളതെന്ന് നമ്മൾ പറഞ്ഞു. അപ്പോൾ അതിൽ 0.6 മെൻസ്ട്രുവേഷൻ്റെ സമയത്ത് പെൺകുട്ടികളിൽ നഷ്ടപ്പെടുന്നുണ്ട്. അപ്പോൾ ആ ഒരു സമയത്ത് ബ്ലഡ് ആവശ്യമായിട്ടുള്ള ബ്ലഡിൻ്റെ കണ്ടൻറ്റ് അടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഫുഡ് കഴിക്കുക, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങളാണ് പറഞ്ഞിരിക്കുന്നത്. കൗമാരകാലത്തെ ഭക്ഷണം. പിന്നെ ലൈംഗിക ചൂഷണം. നമുക്കറിയാം നമ്മുടെ ബോഡി പാർട്സിൽ ഇപ്പോൾ ഒരു ആക്ഷൻ സോങ് ഇറങ്ങിയിട്ടുണ്ടല്ലോ, ദീസ് ആർ മൈ പ്രൈവറ്റ് പാർട്സ്. അങ്ങനെ കണ്ടോ ആരെങ്കിലും? ഇൻസ്റ്റയിലൊക്കെ കുഞ്ഞു പിള്ളേരെ കളിക്കുന്നുണ്ട്, ദീസ് ആർ മൈ പ്രൈവറ്റ് പാർട്സ് എന്നൊക്കെ പറഞ്ഞിങ്ങനെ കണ്ണ്, ചീക്ക് എല്ലാം തൊട്ട് കാണിക്കുന്നത്. നമുക്കറിയാം ഇന്നത്തെ ഒരു ലോകത്ത് ഈ ഒരു ലൈംഗിക ചൂഷണം പലതരത്തിലും നടക്കുന്നുണ്ട്. അത് പിള്ളേരെന്നില്ല, വലിയവരെന്നില്ല, അങ്ങനത്തെ വ്യത്യാസങ്ങളില്ലാതെ തന്നെ പലതരത്തിലും നടക്കുന്നുണ്ട്. അപ്പം നമ്മൾ പിള്ളേർക്ക് പറഞ്ഞു കൊടുക്കുക, കുഞ്ഞുങ്ങളായിരിക്കുമ്പോൾ തന്നെ പറഞ്ഞു കൊടുക്കുക, നമ്മുടെ മേത്ത് അനുവാദം ഇല്ലാതെ വേറെ ആരും ടച്ച് ചെയ്യാൻ പാടില്ല. അപ്പോൾ ആ ഒരു കാര്യമാണ് പറഞ്ഞിരിക്കുന്നത്. നമ്മൾക്ക് സ്കൂളിലും പറഞ്ഞു കൊടുക്കുന്ന കാര്യങ്ങളാണ്, അതുപോലെ തന്നെ നമ്മൾ വീട്ടിലും പറഞ്ഞു കൊടുക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് ലൈംഗികത, അല്ലെങ്കിൽ ലൈംഗിക ചൂഷണം ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മുടെ ബോഡി പാർട്സിൽ അനുവാദമില്ലാതെ ആരെയും ടച്ച് ചെയ്യാൻ അനുവദിക്കാൻ പാടില്ല. അപ്പോൾ ആ ഒരു കാര്യം നമ്മൾ പിള്ളേർക്ക് പറഞ്ഞു കൊടുക്കുക, അതിനെപ്പറ്റിയാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. പിന്നെ ഇത് ഓർത്തിരിക്കുക, ചൈൽഡ് ഹെൽപ്പ് ലൈൻ നമ്പർ എത്രയാണ്? 1098. ഇതാണ് നമ്മുടെ ചൈൽഡ്. ഈ ട്രാൻസ്പോർട്ട് ബസ്സിലും എല്ലാം എഴുതി വെച്ചിട്ടുണ്ട്, പ്രൈവറ്റ് ബസ്സിൽ ഞാൻ ശ്രദ്ധിച്ചിട്ടില്ല. ട്രാൻസ്പോർട്ട് ബസ്സിൽ ചൈൽഡ് ഹെൽപ്പ് ലൈൻ നമ്പർ, വുമൺ ഹെൽപ്പ് ലൈൻ നമ്പർ, പിന്നെ മദ്യം മയക്കുമരുന്നിതിനെയുള്ള ഒരു പേരുണ്ടായിരുന്നല്ലോ, അതുമായിട്ട് ബന്ധപ്പെട്ട് കണക്ട് ചെയ്ത നമ്പർ, അങ്ങനെയൊക്കെ ട്രാൻസ്പോർട്ട് ബസ്സിലൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. പ്രൈവറ്റ് ബസ്സിൽ അത്ര ശ്രദ്ധിച്ചിട്ടില്ല, ട്രാൻസ്പോർട്ട് ബസ്സിൽ എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഈ ചൈൽഡ് ഹെൽപ്പ് ലൈൻ നമ്പർ എത്രയാണ്? 1098. 1098 നമ്മുടെ ചൈൽഡ് ഹെൽപ്പ് ലൈൻ നമ്പർ. അപ്പോൾ ഇത്രയാണ് ഈ ഒരു ചാപ്റ്ററിൽ പ്രധാനമായിട്ടുള്ള കാര്യങ്ങൾ. ഇതാണ് ഞാൻ മുമ്പേ പറഞ്ഞ ക്വസ്റ്റ്യൻ. താഴെ പറഞ്ഞതിൽ വിസർജനം എന്ന ധർമ്മം നിർവഹിക്കാത്ത അവയവം ഏത്? വൃക്ക, കരള്, ഹൃദയം, ശ്വാസകോശം. ഏതാ അതിൻ്റെ ഉത്തരം വരിക? വിസർജനം എന്ന ധർമ്മം നിർവഹിക്കാത്ത അവയവം പെട്ടെന്ന് പറഞ്ഞു. വൃക്ക, കരള്, ഹൃദയം, ശ്വാസകോശം. ഹൃദയം എടുക്കുക കേട്ടോ, ഹൃദയമാണ്. നമ്മൾ മുമ്പേ പറഞ്ഞായിരുന്നു വൃക്ക, കരള്, ശ്വാസകോശം, പിന്നെ ഒരാളും കൂടെ ഉണ്ട് നമ്മുടെ ത്വക്ക്. ഇതെല്ലാം വിസർജനം എന്ന ധർമ്മം നിർവഹിക്കുന്നതാണ്. ഓക്കെ. ഹൃദയം മാത്രമാണ് നമ്മുടെ ആ ധർമ്മം നിർവഹിക്കാത്തത്. അപ്പോൾ ബാക്കി 3 വിസർജനം എന്ന ധർമ്മം നിർവഹിക്കുന്നതാണ്. ഹൃദയമാണ് അതിൻ്റെ ഉത്തരം വരുന്നത്. അപ്പോൾ ഇങ്ങനെയും ക്വസ്റ്റ്യൻ വരാം കേട്ടോ. അപ്പോൾ അതുകൊണ്ട് നിങ്ങളത് നന്നായിട്ട് വായിക്കണം, ടെക്സ്റ്റ് നന്നായിട്ട് വായിക്കണം. ക്ലാസ് എടുത്ത് കഴിഞ്ഞു, ഓക്കെ ഞങ്ങളെല്ലാം എഴുതി പഠിച്ചു, അങ്ങനെ ഇരുന്നേക്കരുത്. ടെക്സ്റ്റ് നന്നായിട്ട് വായിക്കണം. അത് സോഷ്യൽ ആയിക്കോട്ടെ, സയൻസ് ആയിക്കോട്ടെ, സൈക്കോളജി ആയിക്കോട്ടെ, ടെക്സ്റ്റ് നന്നായിട്ട് വായിക്കണം. കാരണം നിങ്ങൾ ഇപ്പം നമ്മൾ പറഞ്ഞു തരുന്നതിനേക്കാട്ടിലും കൂടുതൽ നിങ്ങളും കൂടെ ടെക്സ്റ്റ് ഒന്നുകൂടെ വായിക്കുമ്പോൾ കുറച്ചുകൂടെ കാര്യങ്ങൾ നമുക്ക് മനസ്സിലാവും. അപ്പോൾ അതുകൊണ്ട് അതിന് ടെക്സ്റ്റ് ക്ലാസ് കഴിയുമ്പോഴേ വായിക്കണം കേട്ടോ. ക്ലാസ് കഴിയുമ്പോൾ സമയമില്ല എങ്കിൽ നിങ്ങൾക്ക് പഠിക്കുന്ന എപ്പോഴാണോ നിങ്ങൾ അപ്പോൾ ടെക്സ്റ്റ് വായിക്കുക. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ ഈ ഒരു യൂണിറ്റിൻ്റെ അകത്തുള്ളത്. അതായത് നമ്മുടെ സർക്കുലേറ്ററി സിസ്റ്റം പറഞ്ഞു, നെർവസ് സിസ്റ്റം പറഞ്ഞു, എക്സ്ക്രീറ്ററി സിസ്റ്റം പറഞ്ഞു. അപ്പോൾ അതിൻ്റെ അകത്തെല്ലാം കൂട്ടുകാരായിട്ട് ഒരു 4-3 പേരൊക്കെ വെച്ചിട്ടുണ്ട്. അവരുടെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് പഠിക്കണം. വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഈ ഒരു ചാപ്റ്റർ. ഞാൻ കഴിഞ്ഞ ദിവസം അതുമായിട്ട് ബന്ധപ്പെട്ട് ദഹനവും ശ്വാസകോശവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ എടുത്തുകൊണ്ടാണ് അതിനെ കണക്ട് ചെയ്തിട്ടുള്ള അടുത്ത ചാപ്റ്ററോടെ എടുക്കാമെന്ന് ഓർത്ത്. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഈ ഒരു ടേബിളും പഠിക്കേണ്ട കേട്ടോ, നമ്മുടെ ഹൃദയത്തിൻ്റെ അറകളുള്ളത് കേട്ടോ. നമ്മൾ ആ ശ്വാസകോശത്തിൻ്റെ പഠിച്ചില്ലായിരുന്നു, അതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് ഈ ഒരു ടേബിൾ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഈ ഒരു യൂണിറ്റിൻ്റെ അകത്ത് പറയുന്ന കാര്യങ്ങൾ. പിന്നെ ഈ രക്തത്തിലെ